ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി 2024 ഇപ്പോൾ റീസെന്റ് ആയിട്ട് പുറത്തിറങ്ങിയ ലോങ് ലെഗ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു വേറെ ലെവൽ ക്രൈം ത്രില്ലർ മൂവിയാണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. 30 വർഷത്തിനിടയിൽ 10ഓളം ഫാമിലീസ് കൊല്ലപ്പെടുന്നു. പക്ഷേ ക്രൈം സീനിൽ കൊലയാളി വന്നതായിട്ടോ ഫോഴ്സ് ചെയ്ത ആ ഒരു ഫാമിലിയിലുള്ള ആളുകളെ കൊന്നതായിട്ടോ ഒരു തെളിവും പോലീസുകാർക്ക് കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? ഒരു കൊലയാളി ഇല്ലാതെ അത് ഒരു ഫാമിലിയിലുള്ള എല്ലാവരെയും എങ്ങനെയാണ് കൊല്ലുന്നത് എന്ന് പോലീസിന് ഒരു പിടിയും കിട്ടുന്നില്ല. അപ്പൊ ആരാണ് ആ ഒരു കൊലയാളി? എന്തിനാണ് അവൻ അങ്ങനെ ചെയ്യുന്നത്? ഒരു വീട്ടിലേക്ക് കയറി ചെല്ലാതെ അവൻ ആ ഒരു ഫാമിലിയിലുള്ള എല്ലാവരെയും കൊല്ലുന്നത് എങ്ങനെയാണ് എന്നെല്ലാം അന്വേഷിക്കാൻ വേണ്ടി നമ്മുടെ ഈ മൂവിയിലെ ഹീറോയിൻ ഈ ഒരു കേസ് കയ്യിലെടുക്കുന്നതും ഇതിനുശേഷം ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ മോഡിൽ ഈ ഒരു മൂവി പോയി അവസാനം മറ്റൊരു രീതിയിൽ നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത ഒരു ക്ലൈമാക്സിലായിരിക്കും ഈ ഒരു മൂവി എത്തുന്നത്. അതെന്താണെന്ന് അറിയാൻ വേണ്ടി നിങ്ങൾ ഈ ഒരു മൂവി ആദ്യം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. അതെന്താണെന്ന് നമുക്ക് ഒരുമിച്ച് തന്നെ കണ്ടു മനസ്സിലാക്കാം. അപ്പൊ ഈ ഒരു സ്റ്റോറിയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അതേപോലെ തന്നെ അടുത്തുള്ള ഒരു ബെല്ലൈക്കണും ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒരു ലൈക്കും കൂടി അടിച്ചേക്കുക. അപ്പൊ ഇനി എന്തായാലും നമുക്ക് നേരെ സ്റ്റോറിയിലേക്ക് പോവാം. അപ്പോ നമ്മുടെ ഈ മൂവിയുടെ സ്റ്റാർട്ടിംഗ് സീനില് 1990 മുന്നേ ഉള്ള കാലഘട്ടമാണെന്ന് തോന്നുന്നു. അതുപോലെ അമേരിക്കയിലാണെങ്കിൽ നല്ല മഞ്ഞ് വീഴുന്നൊരു സമയം. അതേസമയം തന്നെ കാണിക്കുമ്പോൾ ഒരു വീടിനടുത്തേക്ക് ഒരു കാറ് പതിയെ വന്ന് അങ്ങനെ നിർത്തുന്നതും ആ ഒരു വീടിനകത്തുള്ള ചെറിയ പെൺകുട്ടി ജനാല വഴി ഇത് കാണുന്നുണ്ട്. അവൾ കണ്ട ഉടനെ തന്നെ ഡ്രസ്സെല്ലാം മാറ്റിയിട്ട് നേരെ വെളിയിലേക്ക് ഇറങ്ങി. അവളാണെങ്കിലും വെളിയിലേക്ക് വന്ന് നോക്കുമ്പോഴത്തേക്കും ഈ ഒരു കാറിൽ വന്നത് ആരാണ്, എന്തുകൊണ്ടാണ് ഇത്രയും നേരം ആ ഒരു കാർ അവിടെ തന്നെ ഇട്ടേക്കുന്നത് എന്നൊന്നും അറിയത്തില്ല. ആ ഒരു പെൺകുട്ടി ആയാലും കാറിലേക്ക് തന്നെ നോക്കിയിങ്ങനെ നിൽക്കാണ്. അങ്ങനെ ആ ഒരു പെൺകുട്ടി അവിടേക്ക് നോക്കി നിൽക്കുന്ന അതേ സമയം പെട്ടെന്ന് അവളുടെ പുറകിൽ നിന്ന് ഈ ഹസ്കി കുറയ്ക്കുമല്ലോ ആ ഒരു സൗണ്ട് ഇങ്ങനെ കേൾക്കുന്നതും പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ പേടിപ്പെടുത്തുന്ന ഒരു രൂപത്തിലെ ഒരുത്തൻ കണ്ടാൽ തന്നെ ഒരു സോംബിയെ പോലിരിക്കുന്ന ഇവനാണെങ്കിലോ പെട്ടെന്ന് ആ ഒരു പെൺകുട്ടിയോട് പറയും, ഇനിയിപ്പോ 2 ദിവസം കൂടി കഴിഞ്ഞാലേ ബർത്ത്ഡേ ആഘോഷിക്കാൻ പോകുന്ന പെൺകുട്ടിയെ എന്റെ മുന്നിൽ നിൽക്കുന്നേ എന്നല്ല ഇങ്ങനെ പറയുന്നതും പെട്ടെന്ന് ആ ഒരു സീൻ കട്ട് ചെയ്തിട്ട് അടുത്ത സീനിൽ കാണിക്കുമ്പോൾ നമ്മുടെ ഈ മൂവിയിലെ ഹീറോയിൻ ആയിട്ടുള്ള ലീയെ കാണിക്കുകയാണ്. അതുപോലെ ഇപ്പോൾ ഈ ഒരു സീൻ കാണിക്കുന്നത് തന്നെ ആ ഒരു ചെറിയ പെൺകുട്ടിയിൽ നിന്നും ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ്. ഇപ്പോൾ നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ ഒരു പോലീസ് സ്റ്റേഷനിലിരിക്കുകയാണ്. നമ്മുടെ ഹീറോയിനും അവിടെ ഇരിക്കുന്നവരെല്ലാം പോലീസിൽ പുതുതായിട്ട് ജോയിൻ ചെയ്തവരാണ്. അതുകൊണ്ട് തന്നെ ഇവരെല്ലാവരും വിളിച്ചെടുത്തിട്ട് ആ ഒരു ചീഫ് ഒരു കാര്യം പറയുന്നുണ്ട്. ഒരുപാട് നാളായിട്ട് പിടികിട്ടാത്ത ഒരു കുറ്റവാളി എവിടെയാണ് താമസിക്കുന്നത് എന്നുള്ള കാര്യം ഇവർക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ നിങ്ങൾ 2 പേരായിട്ടുള്ള ഒരു ടീമായിട്ട് മാറി ആ ഒരു ലൊക്കേഷനിൽ പോയിട്ട് ആ ഒരു കുറ്റവാളി എവിടെയാണെന്ന് കണ്ടുപിടിച്ചുകൊണ്ട് വരണം എന്നുള്ള കാര്യം ചീഫ് ഇവരോട് പറയുന്നതും അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനും അതേപോലെ തന്നെ ഹീറോയിനോടൊപ്പം മറ്റൊരുത്തിനും കൂടി ചേർന്നിട്ട് നമ്മുടെ ഹീറോയിനും അവളുടെ പാർട്ണറും ആ കുറ്റവാളി താമസിക്കുന്ന ഒരു സ്ഥലമുണ്ടല്ലോ അവിടേക്ക് ഇങ്ങനെ വരികയാണ്. അവിടേക്ക് വന്നിട്ട് രണ്ടുപേരും 2 വശങ്ങളിലായിട്ട് ഇങ്ങനെ നടന്നു പോകുന്നു. അതുപോലെ നമ്മുടെ ഹീറോയിൻ ആണെങ്കിലോ ഏതൊരു സമയവും മുഖം എന്തോ ഒരു വിഷമമുള്ളതുപോലെയാണ് ഇങ്ങനെ വെച്ചിരിക്കുന്നത്. അതേസമയം നമ്മുടെ ഹീറോയിൻ കാറിൽ നിന്ന് ഇപ്പോഴും ഇറങ്ങിയിട്ടില്ല. അവൾ എങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും അവൾക്ക് എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്, എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ തോന്നുന്നതെന്ന് അറിയത്തില്ല. പെട്ടെന്ന് വെളിയിലേക്ക് ഇറങ്ങിയിട്ട് അവളുടെ എതിരായിട്ടുള്ള 2535 എന്ന് പറഞ്ഞിട്ട് ഒരു വീടിനകത്ത് ആ ഒരു കുറ്റവാളി ഉള്ളതുപോലെ അവൾക്ക് ഇങ്ങനെ തോന്നുകയാണ്. അങ്ങനെ ഈ ഒരു കാര്യമാണെങ്കിൽ അവളുടെ പാർട്ണർ വിളിച്ചിട്ട് ഈ വീട്ടിൽ കുറ്റവാളി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു എന്നിങ്ങനെ പറയുമ്പോൾ അവൻ പറയും, ലീ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ തന്നെ എത്ര നാളായിട്ട് അന്വേഷിച്ച് നടക്കുന്ന കാര്യമാണെന്നറിയോ? നീ ഇത് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, എന്തായാലും നീ പറഞ്ഞതല്ലേ, ഞാൻ പോയി നോക്കാന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനോട് അവിടെ തന്നെ നിൽക്കാൻ പറഞ്ഞ് അവൻ പറയും, ശരി ഞാൻ പോയി നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് നേരെ ആ ഒരു വീടിനടുത്തേക്ക് ചെന്ന് ഡോർ ഇങ്ങനെ തട്ടുന്നതും പെട്ടെന്ന് കാണിക്കുമ്പോഴത്തേക്ക് അതിനകത്തുള്ളവൻ നമ്മുടെ പാർട്ണറിനെ അവിടെ വെച്ച് ഷൂട്ട് ചെയ്ത് കൊല്ലുകയാണ്. ഇത് കണ്ട് നമ്മുടെ ഹീറോയിൻ ഓടി ആ ഒരു വീടിനടുത്തേക്ക് ഒളിച്ചു വന്നിട്ട് അവളുടെ കയ്യിലുള്ള തോക്കും എടുത്ത് നേരെ അകത്തേക്കായിരുന്നു. എന്നിട്ട് തോക്കും എടുത്ത് നേരെ റൂമിനകത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കും ആ ഒരു കുറ്റവാളി കീഴടങ്ങി അവിടെ ഇരിക്കുകയാണ്. അങ്ങനെ അവൻ അറസ്റ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് ഈ ഒരു കുറ്റവാളിയെ കണ്ടുപിടിച്ചെന്നുള്ള കാര്യം ആർക്കും മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു ബ്രെയിൻ ടെസ്റ്റിങ്ങിനെ വെക്കുകയാണ്. ഈ ഒരു ടെസ്റ്റിലാണെങ്കിൽ അധിക പേരും അങ്ങനെ പാസ് ആവത്തൊന്നുമില്ല. അതാണെങ്കിൽ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരുപാട് സിമ്പലുകളും കളറുകൾ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ കാണിച്ചിട്ട് ഒരു ടെസ്റ്റ് നടത്തുന്നതാണ്. മെന്റലി സ്റ്റേബിൾ ആണോ എന്നെല്ലാം അറിയാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ടെസ്റ്റ് തന്നെ നടത്തുന്നത്. പക്ഷെ ഈ ഒരു ടെസ്റ്റിൽ നമ്മുടെ ഹീറോയിൻ മാത്രം എങ്ങനെ പാസ്സാവുന്നു. അങ്ങനെ ഈ ഒരു കാരണം കൊണ്ട് നമ്മുടെ ഹീറോയിനെ പോലീസിൽ നിന്നും നേരെ FBI മാറ്റുകയാണ്. ഇപ്പൊ അതിലേക്ക് മാറിയ ഒരു സന്തോഷം പോലെ ഹീറോയിന്റെ മുഖത്തില്ല. അതെന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല. അങ്ങനെ അത് കഴിഞ്ഞ് കാണിക്കുമ്പോഴത്തേക്കും FBI ഡിപ്പാർട്ട്മെന്റിലെ ആ ഒരു ചീഫ്, നമ്മുടെ ഹീറോയിൻ, പിന്നെ ചീഫിന്റെ കൊളീഗ്, ആ ഒരു സഹപ്രവർത്തകരുണ്ടല്ലോ, ഇവര് 3 ഒരു കാറിൽ ഒരു വീടിന്റെ മുന്നിലായിട്ട് വന്നിങ്ങനെ നിൽക്കാണ്. ഇവർ ഏതൊരു വീടിന്റെ മുന്നിലാണോ നിൽക്കുന്നത് ആ ഒരു വീടിനകത്ത് കുറച്ച് മാസങ്ങൾക്ക് മുന്നേ ഒരു വലിയ മരണം സംഭവിച്ചിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, ആ ഒരു വീട്ടിലെ ഗ്രഹനാഥനുണ്ടല്ലോ അയാളുടെ ഭാര്യയെയും അതേപോലെ തന്നെ 2 മക്കളെയും കൊന്നതിന് ശേഷം അയാളും സ്വയം മരിക്കുമായിരുന്നു. അതുപോലെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതുപോലെയുള്ള കൊലപാതകം ഈ ഒരു നാട്ടിൽ ആദ്യമായിട്ടല്ല നടക്കുന്നത്. കഴിഞ്ഞ 30 വർഷങ്ങൾക്കകം ഇതേപോലെ തന്നെ 10ന് മുകളിൽ സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. ഇതേപോലെയുള്ള എല്ലാ കേസുകളിലും ആ ഒരു കുടുംബത്തിലുള്ള ഗ്രഹനാഥനുണ്ടല്ലോ ആ ഒരാളായിരിക്കും ബാക്കി എല്ലാവരെയും കൊന്നിട്ട് അവസാനം അയാളും മരിക്കുന്നത്. അപ്പൊ എല്ലാ കേസിലും FBI പ്രധാനമായിട്ട് കിട്ടിയ ഒരേ ഒരു തെളിവ് എന്താണെന്ന് വെച്ചാൽ കോമൺ ആയിട്ടുള്ള ഒരു ലെറ്റർ ആണ്. അപ്പൊ 10ന് മുകളിൽ സംഭവങ്ങൾ നടന്നിട്ടുണ്ടെന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു. അപ്പൊ അതുപോലെ തന്നെ ലെറ്ററും കിട്ടിയിട്ടുണ്ട്. പക്ഷേ
ഈ ഒരു ലെറ്റർ കിട്ടിയിട്ട് അവർക്ക് ഒരു കാര്യമില്ല. കാരണം ആ ഒരു ലെറ്റർ സാധാരണ ഒരാൾക്ക് വായിക്കാൻ കഴിയുന്ന രീതിയിലല്ല എഴുതിയിരിക്കുന്നത്. അതൊരു പ്രത്യേക ലാംഗ്വേജിലാണ് എഴുതിയിട്ടുള്ളത്. അതുമല്ലാതെ മനസ്സിലാക്കാവുന്ന ഒരേ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആ ഒരു ലെറ്ററിന് താഴെ ലോങ് ലെസ് എന്ന് മാത്രമേ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ലോങ്ലെസ് എന്ന് പറഞ്ഞിട്ട് ഒരു കൊലയാളിയാണെന്ന് മാത്രം ഇവർക്ക് ഇപ്പോൾ അറിയാം. അതിൽ കൂടുതലൊന്നും ഇവർക്ക് അറിയത്തില്ല. അപ്പൊ ഇവർക്കും കാണുന്ന നമുക്കും ഉണ്ടാകുന്ന ഒരേ സംശയം എന്താണെന്ന് വെച്ചാൽ ഒരു കുടുംബം നടത്തിക്കൊണ്ട് പോകാൻ തന്നെ എത്രമാത്രം കഷ്ടപ്പാടാണെന്ന് എല്ലാവർക്കും അറിയാം. അതേ കുടുംബത്തെ ആ കുടുംബത്തിലെ പ്രധാനപ്പെട്ട ആള് തന്നെ ആ കുടുംബത്തിലുള്ള എല്ലാവരെയും കൊന്ന് അയാൾ മരിക്കണമെന്നുണ്ടെങ്കിൽ, അതുപോലെ നേരത്തെ ഇവരൊരു വീടിന് വെളിയിൽ നിന്നിരുന്നല്ലോ, അവിടെ നടന്ന സംഭവത്തെ പറ്റി ആ ഒരു ചീഫ് ഇപ്പോൾ ഹീറോയിനോട് പറയുന്നുണ്ട്. ആ ഒരു വീട്ടിലെ ഭർത്താവ് അയാളുടെ ഭാര്യയെ 62 തവണയാണ് കത്തിയോണ്ട് കുത്തിയത്. അങ്ങനെ കൊടൂരായിട്ടുള്ള രീതിയിലാണ് ആ ഒരു സ്ത്രീയെ തന്നെ കൊന്നിട്ടുള്ളത്. എല്ലാ കൊലപാതകങ്ങളിലും ഇതുപോലെ തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇത് നാച്ചുറലായിട്ട് സംഭവിച്ചൊരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഇതിന് പിന്നിൽ മറ്റാരോ ഉണ്ട്. അതാരാണെന്നല്ല നമുക്ക് കണ്ടുപിടിച്ചേ പറ്റൂ. അതാണ് നമ്മുടെ ജോലി എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ ഹീറോയിനോട് പറഞ്ഞിട്ട് അത് കഴിഞ്ഞ് നേരെ അവളെ ഓഫീസിലേക്ക് കൊണ്ടുപോവാണ്. എന്നിട്ടാണ് നമ്മുടെ ചീഫ് ചോദിക്കുന്നത്, അല്ല ഇപ്പോഴാണ് ഞാൻ ഒരു കാര്യം മനസ്സിലാക്കിയത്, നീ പോലീസ് ഡിപ്പാർട്ട്മെന്റിലുള്ള സമയത്ത് ആരെ കൊണ്ട് പിടിക്കാൻ കഴിയാത്തൊരു കൊലയാളിയെ നിന്റെ വെറും തോന്നൽ കൊണ്ട് മാത്രം പിടിച്ചെന്ന് ഞാൻ കേട്ടല്ലോ. അല്ല അതെങ്ങനെയാ സംഭവിച്ചേ എന്നെല്ലാം ചോദിക്കുമ്പോഴത്തേക്കും ഹീറോയും പറയും, അതെനിക്കറിയത്തില്ല സാർ, ഇടയ്ക്കിടയ്ക്ക് എനിക്ക് അങ്ങനെ തോന്നും. എന്തെങ്കിലും ഒരു കാര്യത്തിൽ കൺഫ്യൂഷൻ ആയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കിട്ടാതെ വരുമ്പോഴോ ആരോ ഒരാൾ എന്റെ ഉള്ളിൽ നിന്നും അതെനിക്ക് കാണിച്ചു തരുന്നത് പോലെ അല്ലെങ്കിൽ ആ ഒരു കാര്യം ചെയ്തു തരുന്നത് പോലെ എനിക്ക് എന്നെ തോന്നാറുണ്ട്. അതുപോലെ തന്നെയാണ് ആ ഒരു കുറ്റവാളിയുടെ വീട് ഞാൻ കണ്ടുപിടിച്ചത് എന്നുള്ള കാര്യങ്ങളെല്ലാം ഹീറോയും പറഞ്ഞിട്ട് ഇപ്പോൾ ഹീറോയിൻ ആ ഒരു ചീഫിനോട് തിരിച്ചൊരു ചോദ്യം ചോദിക്കുകയാണ്. അല്ല ഇത്ര വർഷത്തിനിടയിൽ ഇത്ര ഫാമിലികൾ കൊല്ലപ്പെട്ടെന്ന് പറഞ്ഞു. അപ്പൊ ഈ ഒരു മൊത്തം ഫാമിലിക്കും കോമൺ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവുമല്ലോ, അതെന്താണെന്ന് ചോദിക്കുമ്പോൾ ആ ഒരു ചീഫ് പറയും, മരണപ്പെട്ട എല്ലാ ഫാമിലിയിലും ഒരു ചെറിയ പെൺകുട്ടിയുണ്ട്. അതിലെല്ലാ പെൺകുട്ടിയുടെ ജന്മനാളും വർഷത്തിൽ ഏത് മാസമാണെന്നുള്ളത് അത് കാര്യമല്ല, പക്ഷേ എല്ലാ മാസവും 14-ാം തീയതി ആ ഒരു പെൺകുട്ടികളുടെ ജന്മദിനമായിരിക്കും. ഇത് മാത്രമാണ് എല്ലാ ഫാമിലിയും തമ്മിൽ കോമൺ ആയിട്ടുള്ള ഒരു വിഷയം. അങ്ങനെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ആ ഒരു ചീഫ് ആണെങ്കിൽ കേസ് ഫയൽ ഹീറോയിന്റെ കയ്യിൽ കൊടുത്തിട്ട്, ശരി ഇനി ഇത് അന്വേഷിക്കേണ്ടത് നീയാണെന്ന് പറഞ്ഞ് ഹീറോയിനെ പറഞ്ഞു വിടുന്നതും ഹീറോയിൻ ആണെങ്കിലോ നേരെ വീട്ടിലേക്ക് വന്നിട്ട് രാത്രി മുഴുവനായിട്ട് അവൾ ഉറങ്ങാതെ ഇത്ര വർഷത്തില് എത്ര ഫാമിലിയാണോ മരണപ്പെട്ടത് എല്ലാ ഫാമിലിയുടെ ഫയൽസ് എല്ലാം നല്ലതുപോലെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ വായിക്കാണ്. അതേസമയം തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ കാണിക്കുമ്പോഴത്തേക്കും ആ ഒരു കൊലയാളി ഉണ്ടല്ലോ, അവൻ തന്നെ ഈ ഒരു സ്റ്റേഷനിലേക്ക് വിളിച്ചിട്ട് വളരെ കൊടൂരായിട്ട് അവരെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ സംസാരിക്കുന്നത് പോലെ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അങ്ങനെ അന്നത്തെ ദിവസം നമ്മുടെ ഹീറോയിൻ കിടന്നുറങ്ങിയതിനു ശേഷം അടുത്ത ദിവസം കാണിക്കുമ്പോൾ നമ്മുടെ ചീഫ് നേരെ വീട്ടിലേക്ക് വന്നിട്ട് ഹീറോയിനെ വിളിച്ച് എഴുന്നേപ്പിച്ച്, അല്ലല്ലേ ഇത്രയും കഷ്ടപ്പെട്ട് രാത്രി മുഴുവൻ ഉറങ്ങാതെ കിടന്ന് എന്താ ഇത്ര കണ്ടുപിടിക്കാനായിട്ട്, അല്ല അങ്ങനെ എന്താ നീ കണ്ടുപിടിച്ചത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഹീറോയിൻ അത് പറയാനായിട്ട് വരുമ്പോഴത്തേക്ക് അപ്പോഴേക്കും നമ്മുടെ ചീഫ് പറയും, ശരി അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു ബാറിലേക്ക് പോയിരുന്നിട്ട് അവിടെ ഇരുന്ന് കാര്യങ്ങൾ സംസാരിക്കാന്ന് പറയുമ്പോൾ ഹീറോയിൻ പറയും, ഇല്ല സാർ ഞാൻ കുടിക്കില്ല എന്ന് പറയുമ്പോൾ, നീ കുടിക്കണ്ട ഞാൻ കുടിച്ചോളാന്ന് പറഞ്ഞിട്ട് അവളെയും വിളിച്ച് ആ ഒരു ബാറിലേക്ക് വന്നിരുന്നു. ഇവര് കുടിച്ചോണ്ട് തന്നെ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കാണ്. ഇപ്പൊ ഹീറോയിൻ പറയുന്നത് എന്താണെന്ന് വെച്ചാല് ഈ ഫാമിലീസ് എല്ലാം ഈ 30 വർഷങ്ങൾക്കിടയിൽ 10 ഫാമിലി ഇതേപോലെ മരണപ്പെട്ടു, ആ ഒരു കാര്യങ്ങളൊക്കെ ഓക്കെയാണ്, അതെല്ലാം സാറ് പറഞ്ഞത് ശരി തന്നെയാണ്. പക്ഷേ ഇതിലെല്ലാം പ്രധാനമായിട്ടും ഒരു കൊലയാളി ഉള്ളിലേക്ക് വന്ന് ഇവരെ ഫോഴ്സ് ചെയ്യിപ്പിച്ച് ഇത് ചെയ്തതുപോലെയോ അല്ലെങ്കിൽ വീടിനകത്ത് ഒരു കൊലയാളി ഉണ്ടായിരുന്ന സാന്നിധ്യമോ അതൊന്നും ഈ ഒരു കേസിനകത്ത് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതാണ് ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റും പരിശോധിച്ചിട്ട് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ലോങ്ലെസ് എന്ന് പറഞ്ഞിട്ട് അവൻ ആ ഒരു വീട്ടിലുണ്ടെന്ന് ഇവർ വിശ്വസിക്കുന്ന ഒരേ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവൻ ആ ഒരു വീട്ടിൽ ഒരു ലെറ്റർ വിട്ടിട്ട് പോകുന്നുള്ളത് മാത്രമാണ്. പക്ഷെ അവൻ വീടിനകത്ത് ഉണ്ടായിരുന്നതായിട്ട് ഒരു ഫിസിക്കൽ എവിഡൻസ് അതൊരിക്കലും ആർക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് നമ്മുടെ ഹീറോയിൻ പറയുമ്പോഴത്തേക്കും ചീഫ് പറയും, എന്തായാലും ആകെ കൺഫ്യൂഷൻ ആവുകയാണല്ലോ, ലോങ്ലെസ് ആണ് കൊലയാളി എന്ന് അവൻ തന്നെ പറയുന്നു. പക്ഷെ അവനായിട്ട് അകത്തേക്ക് വന്ന് കൊല്ലാതെ എങ്ങനെയാ ഒരു ഫാമിലീസ് എല്ലാം മരിക്കുന്നത് എന്നിങ്ങനെ ചീഫ് ചോദിക്കുമ്പോൾ അവള് പറയും, അതറിയത്തില്ല, പക്ഷേ അവന് സഹായിയായിട്ട് ആരെങ്കിലും ഉണ്ടാവും. ഒരുപക്ഷെ ലോങ്ലെസ് കൊല നടക്കുന്ന ആ ഒരു വീട്ടിലേക്ക് ചെല്ലാതെ അവന് സഹായിയായിരിക്കും ആ ഒരു വീട്ടിലേക്ക് ചെന്നിട്ട് അവൻ ചെയ്യുന്ന ആ ഒരു പ്ലാനെല്ലാം നടത്തുന്നത്. അങ്ങനെ ഈ ഒരു കാര്യങ്ങളെല്ലാം പറയുന്ന സമയത്ത് തന്നെ നമ്മുടെ ചീഫ് ആണെങ്കിൽ ഒരുപാട് കുടിച്ചിട്ട് അവന്റെ ബോധം പോയി. അത് കഴിഞ്ഞ് ഹീറോയിൻ വണ്ടിയെടുത്ത് അവനെ അവന്റെ വീട്ടിലേക്ക് ഇങ്ങനെ കൊണ്ടുപോവാണ്. കാരണം കുടിച്ചോണ്ട് ഡ്രൈവ് ചെയ്യാൻ കഴിയത്തില്ലല്ലോ. അങ്ങനെ വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോഴത്തേക്കാണ് ആ ഒരു ചീഫിനും നല്ലൊരു ഫാമിലി ഉണ്ട്, ഒരു മകള്, ഭാര്യ, സന്തോഷമായിട്ടുള്ള ഒരു ഫാമിലി. അതുപോലെ അതിലെ ചീഫിന്റെ മകൾക്കാണെങ്കിൽ കുറച്ച് നാൾ കൂടി കഴിയുമ്പോഴത്തേക്കും ബർത്ത്ഡേ വരാൻ പോവാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള പാർട്ടിയും കാര്യങ്ങളൊക്കെ ഉടനെ നടക്കും. അങ്ങനെ നമ്മുടെ ഹീറോയിൻ ആണെങ്കിലും ഈ ഒരു വീട്ടിലേക്ക് വന്ന് എല്ലാവരെയും പരിചയപ്പെടുന്ന സമയത്താണ് ആ ഒരു ചെറിയ പെൺകുട്ടി പറയുന്നത്, അല്ല ഉടനെ തന്നെ എന്റെ ജന്മദിനം വരും, അതുകൊണ്ട് ആന്റി ആ ഒരു പാർട്ടിക്ക് നിങ്ങളും വരത്തില്ലെന്ന് ചോദിക്കുമ്പോൾ ഹീറോയിൻ ആയാലും ഓക്കെ വരാന്നെല്ലാം പറഞ്ഞിട്ട് അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഹീറോയിൻ നേരെ അവളുടെ വീട്ടിലേക്ക് വന്ന് അവളുടെ അമ്മ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുകയാണ്. അതേസമയം വീടിന് വെളിയിൽ ആരോ ഒരാൾ വന്നതുപോലെ ഹീറോയിൻ അങ്ങനെ ജനാല വഴി വെളിയിലേക്ക് നോക്കുമ്പോൾ കുറച്ച് ദൂരെയായിട്ട് ആരോ ഒരാൾ ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ ഹീറോ വിചാരിക്കും അവൻ എന്തായാലും ഒരു കൊലയാളിയായിരിക്കും എന്നും പറഞ്ഞിട്ട് പെട്ടെന്ന് തോക്കലെടുത്ത് ഡോർ തന്നെ തുറന്ന് വെളിയിലേക്ക് വന്ന് നോക്കുമ്പോഴത്തേക്കും ആവർത്തനെ കാണാനില്ല. ചേട്ടാ ഇവൻ എവിടെ പോയെന്നും പറഞ്ഞിട്ട് പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോ ആഹാ ദേ വീടിനകത്ത് നിൽക്കുന്നു. ഇവനെന്താടാ മാജിക് കാണിക്കും എന്നും പറഞ്ഞിട്ട് നേരെ വീടിനകത്തേക്ക് കയറി വന്ന് നോക്കുമ്പോഴത്തേക്കും അവനെ അവിടെയും കാണാനില്ല. വീടിനകത്ത് ആരും കയറിയതുപോലെ അവർക്ക് തോന്നുന്നില്ല. അങ്ങനെ എല്ലായിടത്തും നോക്കിയിട്ട് അടുത്തുള്ള ടേബിളിനടുത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കാണ് വീടിനകത്ത് ആരോ ഒരാൾ വന്നിട്ടുണ്ട്.
കാരണം എന്താണെന്ന് വെച്ചാൽ ഹീറോയിന് വേണ്ടിയിട്ട് ഒരു ലെറ്റർ അവിടെ വെച്ചിട്ട് പോയിട്ടുണ്ട്. അങ്ങനെ ഹീറോയിനായാലും വന്നിട്ട് ആ ഒരു ലെറ്റർ എടുത്ത് വായിക്കുമ്പോഴത്തേക്കാണ് ഒരു ട്വിസ്റ്റ്. ഈ ഒരു വീടിനകത്ത് വന്നിട്ടുള്ളത് ലോങ്ലെസ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു സീരിയൽ കില്ലറാണ്. അങ്ങനെ അവനാണെങ്കിൽ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ അവന്റെ ഭാഷയിൽ ഒരു ലെറ്റർ എഴുതല്ലോ, അതുപോലെ തന്നെയാണ് ഹീറോയിനും ആ ഒരു ലെറ്റർ എഴുതി കൊടുത്തിട്ടുള്ളത്. പക്ഷെ ഹീറോയിൻ എന്ത് സംഭവിച്ചെന്ന് അറിയത്തില്ല. ഹീറോയിൻ ആണെങ്കിൽ ഇപ്പോൾ ആ ഒരു ലെറ്റർ കണ്ടതും ഏതോ ഒരു ബുക്ക് അങ്ങനെ കയ്യിലെടുത്തിട്ട് അതിലെഴുതിക്കുന്ന ഓരോ വാക്കുകളും ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇങ്ങനെ വായിക്കുമ്പോഴത്തേക്കാണ് അവൾക്ക് മനസ്സിലാവുന്ന കാര്യം എന്താണെന്ന് വെച്ചാല്, നീ എങ്ങനെയാണ് എന്റെ ലെറ്റർ ഡീകോഡ് ചെയ്തത്? ഇതുപോലെ ഡീകോഡ് ചെയ്യാനായിട്ട് നിനക്ക് എങ്ങനെയാണ് തോന്നിയത്? എന്താണ് നിന്നെ കൊണ്ട് തോന്നിപ്പിച്ചത്? ഇതെല്ലാം നീ വെളിയിൽ പോയി പറയണം. അതേപോലെ തന്നെ എത്രയും പെട്ടെന്ന് നിന്നെയും നിന്റെ അമ്മയും ഞാൻ കൊല്ലാൻ പോവാണ് എന്നിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ കുറച്ച് നാൾ കൂടി കഴിഞ്ഞാൽ അവളുടെ ജന്മദിനം വരാൻ പോവാണ്. അതിന് അഡ്വാൻസ്ഡ് ആയിട്ട് ഒരു ബർത്ത്ഡേ വിഷസ് എഴുതിയിട്ടുണ്ട്. അങ്ങനെ ഇതെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് അടുത്ത ദിവസം കാണിക്കുമ്പോഴത്തേക്കും ഇപ്പോൾ ആ ഒരു FBI നമ്മുടെ കില്ലർ കൊന്ന അടുത്തൊരു ഫാമിലി ഇങ്ങനെ കണ്ടുപിടിക്കാണ്. അതുപോലെ ഈ ഒരു ഫാമിലി മരണപ്പെട്ടിട്ട് തന്നെ ഏകദേശം 1 മാസം കഴിഞ്ഞു. അപ്പൊ ഈ ഒരു മാസം കഴിഞ്ഞിട്ടാണ് ഇങ്ങനൊരു കൊലപാതകം ഇവിടെ നടന്നതായിട്ട് തന്നെ ഈ ഒരു FBI കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഒരു മാറ്റവുമില്ല. ഇതിനു മുന്നേ എങ്ങനെയാണോ കൊലപാതകങ്ങൾ നടന്നിട്ടുള്ളത് അതേപോലെ തന്നെ ആ ഒരു കുടുംബത്തിലെ പ്രധാന ആളുണ്ടല്ലോ, അയാൾ അയാളുടെ ഭാര്യയും കുട്ടികളുണ്ടെങ്കിൽ അവരെയും കൊന്നിട്ട് അയാൾ സ്വയം മരിച്ചു. അതേപോലെ തന്നെ ലോങ്ലെസ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു കൊലയാളി വിട്ടിട്ട് പോയ ലെറ്ററും ഇവർക്ക് കിട്ടുന്നുണ്ട്. അതുമല്ലാതെ ആ ഒരു വീടിനകത്ത് വീടെല്ലാം തകർത്ത് ഫോഴ്സ് ആയിട്ട് ഒരാൾ ഉള്ളിലേക്ക് കയറി ഇവരെ കൊന്നതുപോലെയുള്ള ഒരു തെളിവുകളും ആർക്കും കണ്ടുപിടിക്കാനും കഴിഞ്ഞിട്ടില്ല. ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. ഇവിടെ മരിച്ച ഈ ഒരു ഫാമിലിയിലെ ഏറ്റവും ചെറിയ പെൺകുട്ടിക്ക് കഴിഞ്ഞ മാസം 14-ാം തീയതി ജന്മദിനമായിരുന്നു. അങ്ങനെയാണെങ്കിൽ ലോങ്ലെസ് അവൻ ചെയ്യുന്ന കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു മാറ്റമില്ല. പോലീസ് മാത്രമാണ് അവരുടെ ജോലി കറക്റ്റ് ആയിട്ട് ചെയ്യാത്തത്. ഓക്കെ, ഇങ്ങനെ ആ ഒരു കില്ലറിനെ വെറുതെ വിട്ട് കഴിഞ്ഞാൽ ശരിയാവത്തില്ല. അതുമല്ല, നമ്മുടെ ഹീറോയിനെ അവളുടെ അമ്മയെ കൊല്ലുമെന്ന് പറഞ്ഞിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ തന്റെ അമ്മയ്ക്ക് ഒരു കുഴപ്പമില്ലാന്ന് അറിയാൻ വേണ്ടി ഹീറോയിൻ അന്ന് രാത്രി തന്നെ അവളുടെ അമ്മയെ വിളിച്ചിട്ട് അമ്മ അവിടെ കുഴപ്പമൊന്നുമില്ലോ, ഓക്കെ അല്ലേ എന്നെല്ലാം ചോദിച്ച് അത് കഴിഞ്ഞ് ഹീറോയിൻ രാത്രി മുഴുവനായിട്ട് ഇരുന്നിങ്ങനെ നോക്കാണ് കില്ലർ ഏതൊരു ഡേറ്റിലാണോ കൊല ചെയ്യുന്നത് ആ ഡേറ്റ് എല്ലാം ഇപ്പോൾ ഒരു കലണ്ടറിൽ കുറിച്ചിട്ട് അതുവഴി അവൾ മറ്റൊരു കാര്യം ഇങ്ങനെ കണ്ടുപിടിക്കുന്നു. ഇപ്പൊ ഈ ഒരു കില്ലർ കൊല ചെയ്യുന്ന ആ ഒരു ഡേറ്റിലുണ്ടല്ലോ, ആ ഒരു ഡേറ്റ് എല്ലാം ഒരു കോഡാക്കി മാറ്റിയിട്ട് അതിലിങ്ങനെ വരച്ചു നോക്കുമ്പോഴത്തേക്കും അതൊരു ട്രയാങ്കിൾ ഷേപ്പിലാണ് കിട്ടുന്നത്. അപ്പൊ ഇതൊരു സിമ്പലാണ്. ഈ ഒരു സിമ്പൽ കൂടുതലായിട്ട് കണ്ടുവരുന്നത് ഈ സാത്താൻ ആരാധിക്കലോ അതുമല്ലെങ്കിൽ സാത്താനെ പറ്റി എഴുതിയിരിക്കുന്ന ബുക്കുകളിലാണ് ഈ ഒരു സിമ്പൽ കൂടുതലായിട്ടും ഉള്ളത്. അതുകൊണ്ട് കില്ലർ എന്തായാലും സാത്താനെ ആരാധിക്കുന്ന ഒരാളാണെന്ന് മനസ്സിലായി. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ നേരെ അടുത്ത ദിവസം ചീഫിന് അടുത്തേക്ക് ചെന്നിട്ട്, ചീഫ്, ഞാൻ കണ്ടുപിടിച്ച കാര്യങ്ങൾ ഇത്രയാണ്. കില്ലർ സാത്താനെ ആരാധിക്കുന്നുണ്ട്. ഒരുപക്ഷെ അതിനു വേണ്ടിയിട്ടായിരിക്കും അവൻ ഈ ഒരു കൊലപാതകങ്ങളെല്ലാം നടത്തുന്നത്. അതുമല്ലാതെ കില്ലർ ആദ്യമായിട്ട് കൊല ചെയ്ത ആ ഒരു ഡേറ്റ് ജൂലൈ 14, 1966. അത് കഴിഞ്ഞ് കില്ലർ ഓരോ ഫാമിലിയെ കൊല്ലുമ്പോഴത്തേക്കും ആ ഒരു ഫാമിലിയിലുള്ള ഒരു ചെറിയ പെൺകുട്ടി ഉണ്ടാവും. ആ ഒരു പെൺകുട്ടിയുടെ ബർത്ത്ഡേ 14-ാം തീയതി ആയിരിക്കും. ആ ഒരു 14-ാം തീയതി കഴിഞ്ഞിട്ട് 6 ദിവസം കഴിഞ്ഞോ അല്ലെങ്കിൽ 6 ദിവസം മുന്നേ ആയിരിക്കും അവൻ ആ ഒരു കൊലപാതകങ്ങൾ നടത്തുന്നത്. അങ്ങനെ അവൻ മാറ്റി മാറ്റി ആ ഒരു കൊലപാതകം നടത്തുന്നത് കൊണ്ടാണ് അവൻ ഈ ഒരു കൊല നടത്തുന്ന ഓരോ ഡേറ്റും മാർക്ക് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും എനിക്ക് ആ ഒരു സിമ്പിൾ തന്നെ കിട്ടിയത്. ഇനിയിപ്പോ ഒരു കാര്യം കൂടിയുണ്ട്. നമ്മുടെ ഹീറോയിൻ ആണെങ്കിലും ആ ഒരു കില്ലർ എഴുതുന്ന ലെറ്ററുകളെല്ലാം ഡീകോഡ് ചെയ്യാൻ ശ്രമിച്ചല്ലോ. അതേപോലെ തന്നെ അവള് എല്ലാ കേസിലും ലഭിച്ച ആ ഒരു ലെറ്ററുകളെല്ലാം അതുപോലെ തന്നെ ഡീകോഡ് ചെയ്ത് നോക്കിയിരുന്നു. അതിൽ എല്ലാ ലെറ്ററുകളിലും ആ ഒരു കില്ലർ കോമൺ ആയിട്ട് മെൻഷൻ ചെയ്തിരിക്കുന്ന ഒരേ ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് ഇവൻ 1975 ഒരു ഫാമിലിയെ കൊല്ലാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. ആ ഒരു കൊലപാതകം മാത്രമാണ് അവൻ ഇത്രയും കാലം ചെയ്തതല്ലേ അവൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കൊലപാതകം എന്നാണ് അവൻ പറയുന്നത്. ആ ഒരു കാര്യത്തെ പറ്റി അവൻ എല്ലാ ലെറ്ററിലും മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ ഒരു സംഭവം നടന്നത് മാർച്ച് 8, 1975. അങ്ങനെ അത് കഴിഞ്ഞ 6 ദിവസത്തിന് ശേഷമാണ് ആ ഫാമിലിയിലുള്ള അന്ന എന്ന് പറഞ്ഞൊരു ചെറിയ പെൺകുട്ടിയുടെ ബർത്ത്ഡേ വരുന്നത്. പക്ഷെ അതിലൊരു ട്വിസ്റ്റ് ഉണ്ട്. അന്ന് നടന്ന ആ ഒരു സംഭവത്തില് അന്ന എന്ന് പറഞ്ഞ ആ ഒരു ചെറിയ പെൺകുട്ടി മാത്രം മരിച്ചില്ല. കാരണം അവളുടെ ബർത്ത്ഡേ ദിവസം അവൾ സ്കൂളിൽ പോയിട്ട് തിരിച്ചു വരുന്നതിന് മുന്നേ ആയിരുന്നു അവളുടെ വീട്ടിൽ ഈ ഒരു കാര്യങ്ങളെല്ലാം നടന്നതും. അവളുടെ വീട്ടിലേക്ക് വന്ന് നോക്കുമ്പോൾ അവളുടെ അച്ഛനമ്മ എല്ലാവരും മരിച്ചു കിടക്കുന്നതാണ് അവൾ കാണുന്നത്. സത്യത്തിൽ അന്ന് നടന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ആ ഒരു നാട്ടിലെ ചർച്ചിലെ ഫാദർ എല്ലാ ആഴ്ചയിലും അവിടെയുള്ള ഓരോ വീടുകളിലും ചെന്നിട്ട് പ്രാർത്ഥന നടത്താറുണ്ട്. അതുപോലെ തന്നെ അന്നത്തെ ദിവസം ആ ഒരു ഫാദർ ഈ ഒരു വീട്ടിലേക്ക് വരുന്ന സമയത്ത് എന്ത് സംഭവിച്ചെന്ന് അറിയത്തില്ല, അവിടുത്തെ ആ ഒരു ഗ്രഹനാഥനെ പെട്ടെന്ന് ഭ്രാന്ത് പിടിച്ചതുപോലെ ആയിട്ട് അയാൾ ആ ഒരു ഫാദറിനെയും വെട്ടിക്കൊന്ന് അയാളുടെ ഭാര്യനെയും കൊന്നതിന് ശേഷം അയാളും അയാളുടെ കയ്യിലുള്ള ആ ഒരു ആയുധം ഉപയോഗിച്ചിട്ട് സ്വയം മരിക്കുമായിരുന്നു. അതുമല്ല, ഈ ഒരു സംഭവങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് അന്ന സ്കൂൾ വിട്ട് അവിടേക്ക് വന്നത്. അതുപോലെ കില്ലർ എല്ലാ ലെറ്ററിലും ഈ ഒരു കൊലപാതകത്തെ പറ്റി ഇത്ര ആസ്വദിച്ച് എഴുതാനായിട്ട് ഒരേ ഒരു കാരണമേ ഉള്ളൂ, അന്ന് അവിടെ നടന്ന ആ ഒരു സംഭവം അവൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ജീവനോടുള്ള അന്ന ആ ഒരു കില്ലറിനെ കണ്ടിട്ടുണ്ടാവണം. അതുകൊണ്ട് അന്നയെ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ അവൻ ആരാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയുമെന്ന് ഇങ്ങനെ ഹീറോയി പറയുമ്പോൾ അത് ശരിയാണ്. അവളെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ എന്തായാലും ആ ഒരു കില്ലറിനെ അറിയാൻ കഴിയും. പക്ഷെ ഒരു കാര്യമുണ്ട്, അന്ന ഇപ്പോൾ ഒരു സൈക്കാട്രിക് ഹോസ്പിറ്റലാണ്. അപ്പോൾ ഇതെല്ലാം കേട്ട് നമ്മുടെ ചീഫ് പറയും, ഓക്കെ, നീ പറഞ്ഞതെല്ലാം ശരി തന്നെയാണ്. കില്ലർ ആദ്യത്തെ കൊലപാതകം 14-ാം തീയതിയും അത് കഴിഞ്ഞ് അവൻ ചെയ്യുന്ന ഓരോ കൊലപാതകവും 14-ാം തീയതി കഴിഞ്ഞ് 6 ദിവസം കഴിഞ്ഞോ അല്ലെങ്കിൽ 6 ദിവസം മുന്നേ ആയിരിക്കണം ആ ഒരു കൊലപാതകങ്ങളെല്ലാം ചെയ്യുന്നത്. പക്ഷെ അതിലൊന്ന് മാത്രം 13-ാം തീയതിയാണല്ലോ ചെയ്തിരിക്കുന്നത്.
ആ ഒരു ഡേറ്റ് മാത്രം അവൻ എന്താ അങ്ങനെ വെച്ചേക്കുന്നത് ചോദിക്കുമ്പോൾ ഹീറോയിൻ പറയും അത് മാത്രം എനിക്ക് അറിയത്തില്ല അവൻ എന്താണ് അങ്ങനെ ചെയ്തതെന്ന്. ഇപ്പൊ ഈ ഒരു മാസവും 13-ാം തീയതി വരാൻ പോവാണ്. ആ ഒരു ഡേറ്റിൽ അവൻ എന്തെങ്കിലും ചെയ്യാൻ പോവാണെന്നും അറിയത്തില്ല. എന്തൊക്കെയായാലും അതിനു മുന്നേ നമുക്ക് ആ ഒരു കൊലയാളിയെ പിടിക്കണം എന്നിങ്ങനെ പറയുമ്പോൾ അവർ ചീഫ് പറയും ശരി, അന്നെ ആണെങ്കിൽ ആ ഒരു മെന്റൽ ഹോസ്പിറ്റലല്ലേ, അതാണെങ്കിൽ ഇവിടെ നിന്ന് ഒരുപാട് ദൂരം പോകണം. അതുപോലെ അന്നയുടെ ഫാം ഹൗസ് ആണെങ്കിൽ ഇവിടെ അടുത്താണ്, അവിടെയെല്ലാം ആ ഒരു കൊലപാതകങ്ങൾ നടന്നത്, നമുക്ക് അവിടെ നിന്ന് പോയി നോക്കാമെന്ന് പറഞ്ഞിട്ട് ഹീറോയിനെ വിളിച്ച് നേരെ ആ ഒരു വീടിനടുത്തേക്ക് ചെല്ലാണ്. അങ്ങനെ അവർ ആ ഒരു ഡോറും തുറന്ന് രാത്രിയാണ് ചെല്ലുന്നത്. ഡോറെല്ലാം തുറന്നിട്ട് ലൈറ്റ് ആയിട്ട് നേരെ അകത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ ആദ്യമൊന്നും കാണാൻ കഴിയുന്നില്ല. പക്ഷേ അവിടെയുള്ള ആ ഒരു ഫ്ലോറിൽ നോക്കുമ്പോഴത്തേക്കും ഒരു കുരിശ് അടിച്ചിങ്ങനെ വെച്ചേക്കാണ്. പക്ഷേ ഇവിടെ എന്തിനാ കുരിശ് അടിച്ചു വെച്ചേക്കെന്ന് നോക്കിയിട്ട് അവിടെ തട്ടി നോക്കുമ്പോൾ അടിയിൽ എന്തോ ഒരു അറ പോലെയുണ്ട്. അങ്ങനെ അതെങ്ങനെയെങ്കിലും ഇവർ രണ്ടുപേരും കൂടി ചേർന്ന് വലിച്ചു തുറന്ന് നോക്കുമ്പോഴത്തേക്കാണ് അതിനകത്ത് ഒരു മനുഷ്യ പെൺകുട്ടി കിടന്നാൽ എങ്ങനെ ഉണ്ടാവും. ദൂരെ നിന്ന് കാണുമ്പോഴത്തേക്ക് ഏകദേശം മനുഷ്യ പെൺകുട്ടിയെ പോലെ തന്നെയാണ്. അതുപോലെ ഒരു പാവയെ ഉണ്ടാക്കി വെച്ചേക്കുന്നു. ഇതൊരു മനുഷ്യ പെൺകുട്ടിയാണെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ചീഫ് തന്നെ സംശയിക്കും. ആ ഒരു രീതിയിലാണ് ആ ഒരു പാവ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. അങ്ങനെ അത് കഴിഞ്ഞ് അവർ ആ ഒരു പാവയും കൊണ്ട് നേരെ ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിലേക്ക് പോവാണ്. അവിടെ ചെന്ന് നോക്കുമ്പോഴത്തേക്കും ചീഫ് വിചാരിച്ചതുപോലെ ഒന്നുമല്ല, ഇതൊരു സാധാരണ പാവയാണ്. പക്ഷെ ഈ ഒരു പാവ ഉണ്ടാക്കിയവൻ ഒരു സാധാരണ വ്യക്തിയല്ല. കാരണം അത്രയും വ്യക്തമായിട്ട് പെർഫെക്റ്റ് ആയിട്ടാണ് ഈ ഒരു കാര്യം അവൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അങ്ങനെ ഇവർ ആ ഒരു പാവയെ ഇങ്ങനെ സ്കാൻ ചെയ്ത് നോക്കുമ്പോഴത്തേക്കാണ് അതിന്റെ തലയിൽ എന്തോ ഉള്ളതുപോലെ ഇവർ കാണുന്നത്. അങ്ങനെ അതെന്താണെന്ന് അറിയാൻ വേണ്ടി അതിന്റെ തല കീറി നോക്കുമ്പോൾ ഉള്ളിലൊരു ബോളുണ്ട്. ആ ഒരു ബോൾ പൊട്ടിച്ച് നോക്കുമ്പോഴത്തേക്കും അതിനകത്ത് ഇവർക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും കാണാൻ കഴിയുന്നില്ല. അങ്ങനെ ഈ ഒരു കാര്യങ്ങളെല്ലാം ആ ഒരു ഡോക്ടർ ആണെങ്കിലും നമ്മുടെ ചീഫിനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതേ സമയം അവിടെ നിൽക്കുന്ന നമ്മുടെ ഹീറോയിൻ ആണെങ്കിലും ഇടയ്ക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഇങ്ങനെ തോന്നുമല്ലോ. ആ ഒരു സമയത്ത് പെട്ടെന്ന് ആ ഒരു കൊലയാളി ഈ ഒരു പാവയെ എങ്ങനെയാണ് ഉണ്ടാക്കിയെന്നുള്ള കാര്യം അവളുടെ മൈൻഡിൽ പെട്ടെന്ന് അവൾക്ക് കാണാൻ കഴിയാണ്. അത് വേറെ ആരുമല്ല, മൂവിയുടെ സ്റ്റാർട്ടിംഗ് സീനിലെ ഒരു ചെറിയ പെൺകുട്ടിയുടെ അടുത്തേക്ക് ഒരു ഭ്രാന്ത് പിടിച്ചാൽ പോലെ ഒരുത്തൻ അങ്ങനെ വന്നിട്ട് നിന്റെ ജന്മദിനം ഇനി 2-3 ദിവസം കഴിയുമ്പോഴത്തേക്ക് വരുവാണല്ലോ എന്നെല്ലാം പറഞ്ഞല്ലോ. ആ ഒരുത്തനാണ് ഈ ഒരു പാവയെ തന്നെ ഉണ്ടാക്കുന്നത്. അതുപോലെ അത് ഈ ഒരു കഥാപാത്രമായിട്ട് അഭിനയിച്ചിരിക്കുന്ന ആ ഒരു ആക്ടർ ആരാണെന്നറിയോ? നിക്കോളസ് കേജ് അല്ലേ, ഗോസ്റ്റ് റൈഡറിലെ ആ ഒരു നടൻ. പുള്ളിക്കാരനാണ് ആ ഒരു ക്യാരക്ടർ. മേക്കപ്പ് എല്ലാം ചെയ്തിട്ട് രൂപം മാറിയതുകൊണ്ട് ആൾ ആരാണെന്ന് പോലും അറിയാൻ കഴിയുന്നില്ല. അതുപോലെ ആ ഒരു കില്ലറാണെങ്കിൽ ഏതൊരു വീടിന്റെ ബേസ്മെന്റിൽ വെച്ചിട്ടാണ് ഈ ഒരു പാവ ഉണ്ടാക്കിയിട്ടുള്ളത്. അങ്ങനെ ഈ ഒരു കാര്യമാണ് നമ്മുടെ ഹീറോയിൻ ഇപ്പോൾ കാണുന്നത്. പക്ഷെ എന്നിരുന്നാലും ഈ ഒരു കാര്യം ചീഫിനോട് പറയത്തില്ല. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനും ചീഫും ആ ഒരു മെന്റൽ ഹോസ്പിറ്റലിൽ കിടക്കുന്ന അന്ന എന്ന് പറഞ്ഞൊരു പെണ്ണുണ്ടല്ലോ, അവളെ കാണാനായിട്ട് ഇങ്ങനെ ചെല്ലാണ്. അവളെ പറ്റി ചോദിക്കുമ്പോഴത്തേക്കാണ് അയാൾ പറയുന്നത് ആ ഒരു പെണ്ണോ, അവളുടെ കാര്യം മാത്രം പറയാതിരിക്കുന്നതാണ് നല്ലത്. അതുപോലെ ഇവിടെ നിന്ന് ബഹളം ഉണ്ടാക്കുന്ന ഒരു പെണ്ണെ വേറെയില്ല. കസാര എടുത്ത് അടിച്ച് പൊട്ടിക്കുന്നത്, ഗ്ലാസ് അടിച്ച് പൊട്ടിക്കുന്നത്, ഇങ്ങനെ പല കാര്യങ്ങളും ചെയ്യും. നിങ്ങൾ വന്നത് എന്തായാലും നല്ല സമയമാണെന്ന് തോന്നുന്നു. 2-3 ദിവസങ്ങൾക്ക് മുന്നേ അവളെ കാണാൻ ഒരാൾ ഇവിടേക്ക് വന്നിരുന്നു. അയാൾ വന്ന് കണ്ട് അവളോട് കുറച്ച് സംസാരിച്ചതിന് ശേഷം ഇതുപോലൊരു നല്ല പെൺകുട്ടിയെ വേറെ എവിടെയും കാണാൻ കഴിയത്തില്ല. അതുപോലെ അടക്കമായിട്ട് ഒരു കുഴപ്പമില്ലാതെയാണ് അവൾ ഇരുന്നത് എന്നിങ്ങനെ ഇവരോട് പറയുമ്പോഴത്തേക്കും നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കുന്നുണ്ടാവും, ഈ ഒരു ഹോസ്പിറ്റലിൽ ക്യാമറ ഇല്ല, അതിലൂടെ അവരെ കണ്ടുപിടിച്ചാൽ പോരെയെന്ന്. പക്ഷേ ഈ ഒരു കഥ നടക്കുന്നത് 90s ആ ഒരു സമയത്ത് എല്ലായിടത്തും ക്യാമറയൊന്നും വന്നു കാണത്തില്ല. അതുകൊണ്ട് ഇവിടേക്ക് വന്ന ആ ഒരു വിസിറ്ററിനെയും ഇവർക്ക് കാണാൻ കഴിയത്തില്ല. അപ്പോൾ ഹീറോയെ ചോദിക്കും, അല്ല നിങ്ങൾ അയാളെ കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആ ഒരു ഹെഡ് പറയും, കറക്റ്റ് ആയിട്ട് ആ ഒരു സമയത്താണ് ഞാൻ വെളിയിലേക്ക് പോയത്, അതുകൊണ്ട് കാണാൻ കഴിഞ്ഞില്ല. പിന്നെ അയാളുടെ പേരും കാര്യങ്ങളെല്ലാം അതേ ബുക്കിൽ എഴുതിയിട്ടുണ്ട്, അത് നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കാൻ പറയുമ്പോൾ ഹീറോയിൻ എടുത്തിട്ട് ആ ഒരു ബുക്ക് ഇങ്ങനെ പരിശോധിക്കുന്നതും ആഹാ അവിടെയാണ് അടുത്തൊരു ടെസ്റ്റ്. വേറെ ഒന്നുമല്ല, ആ ഒരു ബുക്കിൽ എഴുതിയിരിക്കുന്നത് നമ്മുടെ ഹീറോയിന്റെ പേര്. അങ്ങനെ ഈ ഒരു ഷോക്കോടെ തന്നെ ഇതിപ്പോ വന്ന ആ ഒരുത്തനെ ഹീറോയിൻ എങ്ങനെ അറിയാം? ശരി, എന്തായാലും ആ ഒരു ഷോക്കിലൂടെ തന്നെ ഹീറോയിൻ നേരെ അന്നയെ കാണാനായിട്ട് ചെന്നിട്ട് 16 വർഷങ്ങൾക്ക് മുന്നേ നിന്റെ വീട്ടിലൊരു കാര്യം നടന്നിരുന്നു, അന്ന് നടന്ന കാര്യങ്ങൾ എന്തെങ്കിലും നിനക്ക് അറിയുമെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ അവിടെ ഒരു ഫ്ലാഷ് ബാക്ക് സ്റ്റാർട്ട് ആവുകയാണ്. അന്ന് സ്കൂൾ കഴിഞ്ഞിട്ട് തിരിച്ച് അന്ന വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഈ വീടിന്റെ ജനാല വഴി അവൾ അകത്തേക്ക് നോക്കുമ്പോൾ വീടിനകത്ത് കൊടൂരനായിട്ടുള്ള ഒരു ഡെവിൽ നിൽക്കുന്നത് പോലെ ഒരു ഡെവിലിന്റെ രൂപം അവളിങ്ങനെ കാണുന്നുണ്ടായിരുന്നു. അങ്ങനെ അതിനുശേഷമാണ് ഈ വീട്ടിൽ പല കാര്യങ്ങളും അവളുടെ അച്ഛനും അമ്മയും എല്ലാം മരിക്കുന്നതും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സംഭവിക്കുന്നത്. അന്ന് ആ ഒരു സംഭവം നടന്നതിന് ശേഷം ഇന്ന് ഈ ഒരു സമയം വരെ ഇവിടെ ഒരു വിസിറ്റർ കാണാനായിട്ട് വന്നെന്ന് പറഞ്ഞിരുന്നല്ലോ, അയാൾ വരുന്നത് വരെയും ഇവൾക്ക് പഴയ കാര്യങ്ങളൊന്നും ഓർമ്മയില്ലായിരുന്നു. അങ്ങനെ അയാൾ വന്ന് സംസാരിച്ചതിന് ശേഷമാണ് ഇവൾക്ക് പഴയ കാര്യങ്ങളെല്ലാം ഓർമ്മ വന്നത്. അപ്പോൾ നമ്മുടെ ഹീറോ ചോദിക്കുന്നുണ്ട്, അന്ന അങ്ങനെയാണെങ്കിൽ വന്ന ആളെ നിനക്ക് അടയാളം കാണിച്ചു തരാൻ കഴിയും, അതാരാണെന്നെങ്കിലും പറയാൻ പറയുമ്പോൾ അവളാണെങ്കിൽ കാണിച്ചു കൊടുക്കോ. ഇത്രയും നാളും ആകെ പ്രശ്നമായിരുന്നു അവളുടെ ജീവിതം, ഇപ്പൊ നോർമൽ ആയിട്ടുള്ള അവസ്ഥയിൽ മാറ്റിയത് അയാളാണ്. അതുകൊണ്ട് അയാൾക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും. അയാൾ പറഞ്ഞു കഴിഞ്ഞാല് ഈ ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് ഞാൻ ചാടും, വേണ്ടി വന്ന ഇനി മുന്നിൽ നിൽക്കുന്ന നിന്നെ കൊല്ലാൻ പറഞ്ഞാല് അത് ഞാൻ ചെയ്യുമെന്ന് ഇങ്ങനെ പറയുമ്പോൾ ഓക്കെ ശരി, ഇനി ഈ ഭ്രാന്തിന്റെ അടുത്തിരുന്നിട്ട് കാര്യമില്ലാന്ന് മനസ്സിലാക്കി നേരെ ചീഫിന്റെ അടുത്തേക്ക് വന്നിട്ട് ചീഫിനോട് ഈ ഒരു കാര്യം പറയുമ്പോഴത്തേക്കാണ് ചീഫ് പറയുന്നത്, ഓക്കെ അന്ന പറയുന്ന ആ ഒരു കഥ വെച്ച് നോക്കുമ്പോഴത്തേക്കും 1975 ലോങ്ലെസ് ആ ഒരു വീട്ടിൽ പോലും വന്നിട്ടില്ല. അങ്ങനെയാണെങ്കിലും അവൻ കാരണമാണല്ലോ ആ ഒരു ഫാമിലി മരിച്ചത്. ആ ഒരു സംഭവത്തിൽ ജീവനോട് ഉണ്ടായിരുന്നത് ഈ ഒരു പെണ്ണ് മാത്രമാണ്. 20 വർഷങ്ങൾക്ക് മുന്നേ ആ ഒരു ഫാമിലിയിലുള്ള എല്ലാവരെയും ഈ ഒരു പെണ്ണിനെ ഉൾപ്പെടെയാണ് അവൻ കൊല്ലാനായിട്ട് പോയത്. പക്ഷെ ഇപ്പൊ ഇത്രയും വർഷം കഴിഞ്ഞിട്ട് അവൻ കൊല്ലാനായിട്ട് ശ്രമിച്ച ആ ഒരു പെണ്ണിനെ തന്നെ നോർമലായിട്ട് നല്ലതാക്കി മാറ്റേണ്ട ഒരു ആവശ്യം എന്തായിരിക്കും അവൻ ഉദ്ദേശിക്കുന്നത് എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കാണ് നമ്മുടെ ഹീറോയും പറയുന്നത്, ചീഫ്
അന്നയുടെ വീട്ടിൽ നിന്നും നമ്മൾ ആ ഒരു പാവയെ കണ്ടുപിടിച്ചല്ലോ, അതിന്റെ തലയിലുള്ള ആ ഒരു ബോൾ അതെന്നാണോ കണ്ടുപിടിച്ചത് അതേ ദിവസം തന്നെയാണ് ഭ്രാന്ത് പിടിച്ചിരുന്ന നമ്മുടെ അന്ന നോർമൽ ആയിട്ടുള്ള അവസ്ഥയിൽ മാറിയിട്ടുള്ളത്. ഒരു പക്ഷേ ലോങ്ലെസ് ആ ഒരു പാവ ഉപയോഗിച്ചിട്ട് എന്തോ ഒരു കാര്യം ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് നമ്മുടെ ഹീറോയും പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് ലോങ്ലെസ് ഈ ഒരു പാവയില് എന്തോ ഒരു മന്ത്രവാദം പോലെ എന്തെങ്കിലും ചെയ്തിട്ട് ആ ഒരു വീട്ടിലുള്ള ആളുകളെ ഈ ഒരു പാവയെ ഉപയോഗിച്ച് വശീകരിച്ചായിരിക്കാം അവരെല്ലാവരെയും കൊല്ലുന്നത് എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും നമ്മുടെ ചീഫ് ചോദിക്കും, എന്താ നീ ഇതേപോലെ മണ്ടത്തരമെല്ലാം പറയുന്നത്? നീ പറയുന്നത് പോലെ തന്നെ ഈ ഒരു പാവയെ വെച്ചിട്ട് അവൻ ആ ഒരു ഫാമിലിയിലുള്ള എല്ലാവരെയും കൊല്ലാനായിട്ട് ശ്രമിച്ചെന്ന് വെച്ചു. എന്നിരുന്നാൽ ആ ഒരു പാവയെ ഈ വീടിനകത്തേക്ക് എടുത്തോണ്ട് പോകാനായിട്ട് ഒരാൾ വേണമല്ലോ, അതാരാണെന്ന് ചോദിക്കുമ്പോൾ അതാരാണെന്നുള്ള മറുപടി പറയാണ്ട് ഹീറോയിനെ കൊണ്ട് കഴിയുന്നില്ല. അപ്പോഴേക്കും ചീഫ് പറയും, ഓക്കെ ശരി അതെല്ലാം വിട്, എനിക്ക് മറ്റൊരു കാര്യം അറിയാണ്ട് നിന്റെ പേരെങ്ങനെയാണ് അന്നയെ കാണാൻ പോയിട്ടുള്ള ആ ഒരാൾക്ക് അറിയുന്നത്? അതുപോലെ ഇത്രയും നാളായിട്ട് ഒരനക്കവും സംഭവിക്കാതെ ഉറങ്ങിക്കിടന്നിരുന്ന ഈ ഒരു കേസ് നീ വന്നതിന് ശേഷം പെട്ടെന്ന് തന്നെ തെളിവുകൾ കിട്ടുന്നു, പല രീതിയിൽ ഈ ഒരു കേസ് മുന്നോട്ട് പോകുന്നു. അതുപോലെ ആ ഒരു കില്ലറിന് ഇപ്പൊ നിന്നെ അറിയാം. ഇതെല്ലാം വെച്ച് നോക്കുമ്പോഴത്തേക്കും എനിക്ക് നിന്റെ മേലിൽ നല്ലൊരു സംശയം ഉണ്ടായിരുന്നു. അതുകൊണ്ട് നിന്റെ ഫയൽ എടുത്ത് ഞാൻ നല്ലതുപോലെ പരിശോധിച്ചു. ഓക്കെ ശരി, അവസാനമായിട്ട് നീ നിന്റെ അമ്മയായിട്ട് എപ്പോഴാണ് സംസാരിച്ചേ? നീ എന്നെ ചോദിക്കുമ്പോൾ അല്ല, ഞാൻ എന്റെ അമ്മയായിട്ട് സംസാരിക്കുന്നതും ഈ ഒരു കേസും തമ്മിൽ എന്താ ബന്ധം? ആവശ്യമില്ലാതെ കേസ് വേറെ ഏതൊരു വഴിക്കാണ് പോകുന്നത് എന്ന് നമ്മുടെ ഹീറോയിനെ ഇങ്ങനെ ദേഷ്യപ്പെട്ട് സംസാരിക്കുമ്പോൾ ചീഫ് പറയും, അതൊന്നുമല്ല, ഇതിനെല്ലാം ഒരു കാരണമുണ്ട്. ജൂലൈ 30, 1974, അതായത് നിന്റെ ജന്മദിനം ജൂലൈ 14, അതിന് മുന്നേ ഉള്ള ദിവസം നിങ്ങളുടെ വീടിനടുത്ത് ഏതോ ഒരു അജ്ഞാതനായിട്ടുള്ള ആള് വന്നെന്ന് പറഞ്ഞിട്ട് നിന്റെ അമ്മ പോലീസിലേക്ക് വിളിച്ച് പരാതി കൊടുത്തിട്ടുണ്ട്. അല്ല, ഇതിനെപ്പറ്റി എന്തെങ്കിലും നിന്റെ അമ്മ നിന്നോട് പറഞ്ഞിട്ടുണ്ടോ? എനിക്കെന്തോ തോന്നുന്നത് നിന്റെ അമ്മ ആ ഒരു വീടിനടുത്ത് കണ്ട ഒരാള് ലോങ്ലെസ് ആണെന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് നീ ആ ഒരു കാര്യം ഉറപ്പിക്കാൻ വേണ്ടി നിന്റെ അമ്മയോട് പോയി ചോദിച്ചിട്ട് വാ, അതിനുശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം എന്നിങ്ങനെ പറയുമ്പോൾ ഹീറോയിനായാലും അടുത്ത ദിവസം തന്നെ അവളുടെ അമ്മയെ കാണാനായിട്ട് പോവാണ്. ഒരുപാട് ദിവസമായി ഇപ്പോൾ ഹീറോയിൻ അവളുടെ അമ്മയെ കണ്ടിട്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഹീറോയിൻ നേരെ വീട്ടിലേക്ക് ചെന്ന ഉടനെ തന്നെ പെട്ടെന്ന് ഈ ഒരു കാര്യം ചോദിക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് തന്നെ സാധാരണ എന്തൊക്കെയുണ്ടെന്നെല്ലാം പറഞ്ഞിട്ട് വിശേഷങ്ങളെല്ലാം തിരക്കി. അത് കഴിഞ്ഞ് അവളുടെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഫുഡെല്ലാം ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം അവൾക്ക് എന്തോ ഒരു കാര്യം വീണ്ടും ഇങ്ങനെ ഓർമ്മ വരുന്നു. അത് ഇപ്പോൾ ഒരു ഫ്ലാഷ് ബാക്ക് ആയിട്ട് കാണിക്കുമ്പോൾ ആ ഒരു ചീഫ് പറഞ്ഞ ഡേറ്റ് ഉണ്ടല്ലോ, ജൂലൈ 13, 1974, അന്നത്തെ ദിവസം രാത്രി ചീഫ് പറഞ്ഞതുപോലെ തന്നെ ഒരു അജ്ഞാതനായിട്ടുള്ള ആള് ഈ ഒരു വീടിനെ ചുറ്റി ഇങ്ങനെ നടക്കുന്നതും ഇത് കണ്ട ഹീറോയിന്റെ അമ്മയാണെങ്കിലോ ഒരു ഷോട്ട് ഗണ്ണെല്ലാം എടുത്ത് കയ്യിൽ വെച്ചിട്ട് അത് കഴിഞ്ഞിട്ട് ടെലിഫോൺ എടുത്ത് പോലീസിനെ വിളിച്ച് കംപ്ലൈന്റ് ചെയ്തു. അപ്പോൾ ഈ ഒരു കാര്യങ്ങളെല്ലാം ഹീറോയിൻ അറിയാം, പക്ഷെ അത് കഴിഞ്ഞിട്ട് എന്താ സംഭവിച്ചെന്ന് അറിയത്തില്ല. ഓക്കെ, അതെന്തായാലും അമ്മയോട് തന്നെ ചോദിക്കാന്ന് പറഞ്ഞിട്ട് അവളുടെ അമ്മയോട് ചോദിക്കും, അല്ലമ്മ, എന്റെ 9ാമത്തെ ജന്മദിനം ആ ഒരു ദിവസം രാത്രി എന്തോ ഒരു കാര്യം സംഭവിച്ചല്ലോ, ആരോ വെളിയിൽ വന്നതുപോലെയും അമ്മയാണെങ്കിലും ഷോട്ട് ഗണ്ണെല്ലാം എടുത്ത് പോലീസിനെല്ലാം വിളിച്ച് പറഞ്ഞു. അതിലെനിക്ക് ഓർമ്മയുണ്ട് അന്ന് എന്താ സംഭവിച്ചെന്നെല്ലാം ചോദിക്കുമ്പോൾ ഹീറോയിന്റെ അമ്മ പെട്ടെന്ന് പറയും, അതിന് നീ അന്നൊരു കുട്ടിയായിരുന്നല്ലേ, ഇന്ന് ഈ ഒരു കാര്യം അറിഞ്ഞിട്ട് നീ ഇപ്പൊ എന്താ ചെയ്യാൻ പോകുന്നേ, അതുകൊണ്ട് അതൊന്നും നീ അറിയാൻ നിൽക്കണ്ട എന്നും പറഞ്ഞിട്ട് ഹീറോയിന്റെ അമ്മ അധികം അങ്ങനെയൊന്നും പറയുന്നില്ല. അപ്പോൾ ഹീറോയിൻ വന്നിട്ട്, എന്ത് ഞാൻ കുട്ടിയായിരുന്നോ? ഇപ്പൊ ഞാൻ എന്തായാലും കുട്ടിയല്ലോ, ഇപ്പൊ ഒരു കുട്ടിയെ പ്രസവിക്കാനുള്ള പ്രായമുണ്ട്, എന്നിട്ട് ഇപ്പോഴും എന്നെ കുട്ടി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാണ്, എന്തായാലും ഞാൻ ചോദിച്ചതിന് മറുപടി താ എന്നിങ്ങനെ പറയുമ്പോൾ, അപ്പോൾ വളർന്ന് വലിയൊരാളായെന്നുള്ള രീതിയിലാണോ എന്നോട് സംസാരിക്കുന്നത്? നിന്നെ പോലെ ഈ ഒരു രീതിയിൽ വളർന്ന് ഇങ്ങനെ ആവാൻ വേണ്ടിയിട്ട് പലർക്കും ഇവിടെ കഴിയുന്നത് പോലുമില്ല. അപ്പോൾ നിനക്ക് കിട്ടിയ ഒരു ജീവിതം അത് നല്ലതുപോലെ ജീവിക്കാൻ നോക്ക്, അത് വിട്ടിട്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങളിലെല്ലാം തലയിടാതെ നിന്റെ കാര്യം മാത്രം നോക്കി ജീവിച്ചാൽ പോലെ എന്നല്ല ഇങ്ങനെ പറയുമ്പോൾ ഹീറോയിൻ ആണെങ്കിലും എത്ര ചോദിച്ചിട്ടും അവളുടെ അമ്മ അതിന് മാത്രം മറുപടി പറയുന്നില്ല. അവസാനം ഹീറോയിനെ റൂമിലേക്ക് പറഞ്ഞു വിടുകയാണ്. അങ്ങനെ റൂമിലേക്ക് പോയ നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ അവിടെയുള്ളൊരു പെട്ടിയുണ്ട്, അതിനകത്ത് അവളുടെ എടുത്തിരുന്ന ഒരുപാട് ഫോട്ടോസ് ഉണ്ട്. കാരണം എന്താ വെച്ചാൽ ഹീറോയിന്റെ കയ്യിൽ എപ്പോഴും കുട്ടിക്കാലത്തൊരു ക്യാമറ ഉണ്ടാവും, അത് വെച്ചിട്ട് അവൾ എപ്പോഴും ഫോട്ടോ എടുക്കുമായിരുന്നു. അങ്ങനെ ഓരോ ഫോട്ടോസും എടുത്തെടുത്ത് നോക്കി അവസാനത്തെ ആ ഒരു ഫോട്ടോ കാണുമ്പോഴത്തേക്കാണ് ഒരു ഷോക്ക്. അങ്ങനെ പെട്ടെന്ന് ആ ഒരു സീൻ കട്ട് ചെയ്തിട്ട് സ്റ്റാർട്ടിങ്ങിൽ ഒരു സീൻ കാണിച്ചല്ലോ, ഒരു ചെറിയ പെൺകുട്ടിയാണെങ്കിലും വീടിന് വെളിയിലേക്ക് ഒരു കാറ് വന്ന് നിൽക്കുന്നത് കണ്ട് പെട്ടെന്ന് വീടിന് വെളിയിലേക്ക് ഇറങ്ങി വന്ന് നിൽക്കുമ്പോൾ ഒരു മുടിയെല്ലാം വളർത്തിട്ട് എടുത്ത് വന്ന് നിൽക്കുന്നത് സത്യത്തിലെ ആ ഒരു ചെറിയ പെൺകുട്ടിയെ നമ്മുടെ ഹീറോയിനും അവളുടെ മുന്നിൽ വന്ന് നിൽക്കുന്നതാണ് ലോങ്ലെസ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു സീരിയൽ കില്ലറും. അതുപോലെ ഈ ഒരു സംഭവം നടന്നത് ഹീറോയിന്റെ ജന്മദിനത്തിന് തൊട്ട് ദിവസം മുന്നേ രാവിലെ. അതുപോലെ നമ്മുടെ ഹീറോയിൻ അടുത്ത ദിവസം ജന്മദിനം ആയതുകൊണ്ട് തന്നെ അവനായാലും വന്ന് പറയും, ഹേയ് അടുത്ത ദിവസം നിന്റെ ബർത്ത്ഡേ അല്ലേ എന്നെല്ലാം അവൻ ഇങ്ങനെ മുന്നിൽ നിന്നിട്ട് സംസാരിക്കാൻ ചെയ്തിരുന്നു. അതുപോലെ ഇവനെ കണ്ട് കുറച്ച് ഡിഫറെന്റ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഹീറോയിൻ അന്ന് അവളുടെ കയ്യിലുള്ള ആ ഒരു ക്യാമറ വെച്ചിട്ട് അവന്റെ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ഫോട്ടോയാണ് ഹീറോയിൻ ഇപ്പോൾ ഇവിടെ നോക്കുമ്പോഴത്തേക്ക് അവൾക്ക് കിട്ടുന്നത്. അങ്ങനെ അന്ന് ഹീറോയിൻ പേടിച്ചിട്ട് അവിടെ നിൽക്കുന്ന സമയത്ത് ഹീറോയിന്റെ അമ്മയാണെങ്കിൽ പെട്ടെന്ന് അവിടേക്ക് വന്ന് ലോങ്ലെസിനോട് ചോദിക്കും, ഹേയ് നിങ്ങൾ ആരാ, എന്താ ഇവിടെ ചെയ്യുന്നതെല്ലാം ചോദിച്ച് അവനെ അവിടെ നിന്ന് പറഞ്ഞു വിട്ട് അന്ന് രാത്രി ആകുമ്പോഴത്തേക്കാണ് ലോങ്ലെസ് ഇവരുടെ വീട്ടിലേക്ക് വരുന്നതും ഹീറോയിന്റെ അമ്മയായാലും ആ ഒരു കാര്യം പോലീസിനെ വിളിച്ച് പറയുന്നതും. എന്തായാലും ലോങ്ലെസിന്റെ ഫോട്ടോ കിട്ടിയല്ലോ, അതുകൊണ്ട് തന്നെ അടുത്ത ദിവസം നമ്മുടെ ചീഫിനെ വിളിച്ചിട്ട് ആ ഒരു ഫോട്ടോയും കൊടുത്ത് ഇവനാണ് കൊലയാളി എന്ന് പറഞ്ഞ് പിടിക്കാൻ പറയുന്നതും അടുത്ത സീനിൽ കാണിക്കുമ്പോൾ ലോങ്ലെസ് ഒരു റോഡിന് നടുവിലായിട്ട് ഇങ്ങനെ നിൽക്കാണ്. രണ്ടു വശത്ത് നിന്ന് പോലീസുകാർ വന്ന് അവനെ തൂക്കിയെടുത്ത് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നു. പെട്ടെന്നൊന്നും ചെയ്ത കാര്യമൊന്നുമല്ല, അവർ ഒരുപാട് അന്വേഷിച്ചിട്ടാണ് അവനെ കണ്ടുപിടിച്ചത്. പക്ഷെ ഇവനെ ഇത്ര അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ടും ഒരു കാര്യമില്ല. കാരണം ഒന്ന്, അവനെ പിടിക്കുമ്പോഴത്തേക്ക് അവന്റെ കയ്യിൽ 2 ബാഗ് ഉണ്ടായിരുന്നു. ആ ഒരു ബാഗിൽ മുഴുവനായിട്ടും ഈ ഒരു മന്ത്രവാദം പിന്നെ
ഈ സാത്താൻ ആരാധിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംബന്ധിച്ച ബുക്കുകളാണ് കൂടുതലായിട്ട് കിട്ടിയിട്ടുള്ളത്. അതുപോലെ ഇവൻ അറസ്റ്റ് ചെയ്തതിനു ശേഷം ഇവനോട് ചോദിക്കുന്ന സമയത്തെല്ലാം നാളെ ഹീറോയിന് ജന്മദിനമാണ്, അതുകൊണ്ട് അവൾക്ക് ബർത്ത്ഡേ വിഷ് ചെയ്യുന്നുള്ള രീതിയിൽ ഒരു പാട്ടും പാടിക്കൊണ്ടാണ് ഇരുന്നത്. അതുപോലെ നേരത്തെ കണ്ടുകിട്ടിയ ആ ഒരു ബാഗിൽ നിന്ന് കുറച്ച് ബുക്കുകൾ കിട്ടിയെന്ന് പറഞ്ഞല്ലോ. അതിൽ ഇവനായിട്ട് എഴുതിയ കുറച്ച് ബുക്കുകളുണ്ട്. ആ ഒരു ബുക്കിലെ ഹാൻഡ് റൈറ്റിങ്, അതേപോലെ തന്നെ ഒരുപാട് വീടുകളിൽ നിന്ന് കണ്ടുപിടിച്ച ആ ഒരു ലെറ്റർ, അതിലെ ഹാൻഡ് റൈറ്റിംഗ് എല്ലാം വെച്ച് നോക്കുമ്പോഴത്തേക്കും ഒരേ ഹാൻഡ് റൈറ്റിംഗ് തന്നെയാണ്. അപ്പോൾ ഇവൻ തന്നെയാണ് അത് എഴുതിയിട്ടുള്ളത്. ഓക്കെ, അതൊക്കെ കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിലും ഇവൻ ഓരോ വീടുകളിലും ഉണ്ടായിരുന്ന ആ ഒരു ഫിസിക്കൽ എവിഡൻസ് അത് മാത്രം കിട്ടിയിട്ടില്ല. അതുമല്ല, ഈ ഒരു അമേരിക്കയിലെല്ലാം സാധാരണ സേവിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ്. അതിൽ വേറെ ആരും തലയിടത്തൊന്നുമില്ല. പക്ഷേ വെറുതെ ഈ ഒരു ഹാൻഡ് റൈറ്റിംഗ് മാച്ച് ആവുന്നത് വെച്ചിട്ട് ഇവനാണ് കൊലയാളിയെന്ന് ഇവർക്ക് കണ്ടുപിടിക്കാനായിട്ട് കഴിയത്തില്ല. കാരണം ഇതിൽ കൂടുതൽ വേറെ തെളിവ് ഇവരുടെ കയ്യിൽ ഇല്ല. അപ്പൊ ഈ ഒരു കാര്യങ്ങളെല്ലാം കേട്ടിട്ട് നമ്മുടെ ഹീറോയും പറയും, ഇല്ലല്ല, എനിക്കത് വെറുതെ വിടാൻ കഴിയത്തില്ല. ഇവനല്ലാന്നുണ്ടെങ്കിൽ ഇവന്റെ സഹായി കൊല നടന്ന ആ ഒരു വീട്ടിലേക്ക് പോയിട്ടുണ്ട്. ഒന്ന് നമ്മൾ ആലോചിക്കുമ്പോഴത്തേക്കും ആ ഒരു വീട്ടിൽ ഫോഴ്സ് ആയിട്ട് ആരും കടന്നു കയറിയിട്ടില്ല. അങ്ങനെ അല്ലാണ്ട് ഒരാൾ അകത്തേക്ക് കയറണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ അവർക്ക് അറിയാവുന്ന ആരെങ്കിലും ഒരാള്, ഇല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ചെറിയ കുട്ടിയായിരിക്കണം. അങ്ങനെയാണെങ്കിലേ ആ ഒരു മരിച്ച ഫാമിലിയിലുള്ള ആളുകൾ പൂർണ്ണ മനസ്സോടെ തന്നെ അവരെ ഉള്ളിലേക്ക് കയറ്റത്തുള്ളൂ. ഓക്കെ ശരി, എന്തായാലും ഞാൻ അവനോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാന്ന് പറഞ്ഞിട്ട് ലോങ്ലെസ്സിനെ കാണാൻ വേണ്ടി ഹീറോയിൻ അങ്ങനെ അവൻ അടിച്ചിരിക്കുന്ന ആ ഒരു റൂമിലേക്ക് ഇങ്ങനെ പോവാണ്. അതേസമയം അവനാണെങ്കിലോ എന്തൊക്കെയോ ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ ഹീറോയിനും കാണുന്ന നമുക്കും അത് എന്താണെന്ന് പോലും മനസ്സിലാവുന്നില്ല. ഒരു കാര്യം മാത്രം അറിയാം, ലോങ്ലെസ്സിന് ഹീറോയിനെ ഒരുപാട് വർഷമായിട്ട് അറിയാം. അതുമല്ലാതെ അവൻ സംസാരിക്കുന്നതിൽ ഞങ്ങൾ എന്നുള്ള വാക്ക് ചേർക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ വിചാരിച്ചത് കൊണ്ടാണ് നീ ഇത്രയും നാളും ജീവിച്ചിരുന്നത്. ഞങ്ങൾ നിന്നെ കുട്ടിക്കാലം മുതലേ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുമല്ലാതെ നിന്റെ 20ാമത്തെ വയസ്സിൽ നീ പോലീസ് ആവണമെന്ന് പറഞ്ഞപ്പോഴും ഞങ്ങൾ നിന്നെ നോക്കി ചിരിക്കുമായിരുന്നു. ശരി, ഞങ്ങളായിട്ട് തന്നെ നിന്നെ വളർത്തി നിന്റെ ജീവിതം നല്ലതുപോലെ തന്നെ പോട്ടെ എന്ന് ഞങ്ങൾ വിചാരിക്കുമ്പോൾ അവിടെയാണ് നീ തെറ്റ് ചെയ്തത്. അവസാനം കറങ്ങി തിരിഞ്ഞ് നീ ഞങ്ങളിലേക്ക് തന്നെ എത്തി. അത് കഴിഞ്ഞ് നീ ഇപ്പൊ എന്നെ അറസ്റ്റ് ചെയ്ത് ഇവിടെ കൊണ്ടുവരികയും ചെയ്തു എന്നുള്ള രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറയുമ്പോഴത്തേക്കും ഹീറോയിൻ ഇതൊന്നും കേട്ടിട്ട് ഒരു കാര്യമില്ല. അവൾ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, മര്യാദയ്ക്ക് നിന്റെ സഹായി ആരാണെന്ന് പറയും, എനിക്ക് അത് മാത്രം അറിഞ്ഞാൽ മതി എന്ന് പറയുമ്പോൾ അവൻ ചോദിക്കും, ഓ അപ്പോൾ എന്റെ സഹായി ആരാണെന്ന് അറിയണം. ശരി, നിന്റെ അമ്മയോട് തന്നെ പോയി ചോദിക്കും, അപ്പോൾ നിനക്ക് മനസ്സിലാവുമെന്ന് പറഞ്ഞിട്ട് കാണിക്കുമ്പോഴത്തേക്കും ആഹാ, അവൻ തന്നെ അവന്റെ തലയുണ്ടല്ലോ ആ ഒരു ടേബിളിലേക്ക് ഇടിച്ച് അവസാനം അവൻ അവിടെ വെച്ച് മരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് കാണിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിനും ആ ഒരു ചീഫിന്റെ സഹായമായിട്ടുള്ള ലേഡി ഉണ്ടല്ലോ അവരും കൂടി ചേർന്നിട്ട് ഹീറോയിന്റെ അമ്മയെ അറസ്റ്റ് ചെയ്യാനായിട്ട് പോവാണ്. അങ്ങനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് വന്ന് ചോദിച്ചാലല്ലേ അവർ സത്യം പറയത്തുള്ളൂ. അതുകൊണ്ട് വീടിനടുത്തേക്ക് ഈ വണ്ടി കൊണ്ട് നിർത്തുമ്പോഴത്തേക്കും സാധാരണ പോലീസ് ഒന്ന് അറസ്റ്റ് ചെയ്യുന്ന ആ രീതിയിൽ അവളുടെ അമ്മയെ കൊണ്ടുപോകാനായിട്ട് അവൾക്ക് താല്പര്യമില്ല. അതുകൊണ്ട് ഹീറോയിൻ പറയും, ഞാൻ തന്നെ പോയി വിളിച്ചോണ്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഹീറോയിൻ നേരെ വീടിനകത്തേക്ക് നടന്നു ചെന്ന് നോക്കുമ്പോഴത്തേക്കും അവിടെ അവളുടെ അമ്മയെ കാണാനില്ല. അങ്ങനെ ഹീറോയിൻ പെട്ടെന്ന് ജനാല വഴി വെളിയിലേക്ക് നോക്കുമ്പോൾ ആ ഒരു കാറിനടുത്തായിട്ട് കയ്യിലൊരു തോക്കും വെച്ച് ഹീറോയിന്റെ അമ്മ അങ്ങനെ നിന്നിട്ട് ഹീറോയിന്റെ കൂടെ വന്ന ആ ലേഡി ഉണ്ടല്ലോ അവരെ അവിടെ വെച്ച് തന്നെ ഷൂട്ട് ചെയ്തങ്ങ് കൊല്ലാണ്. അങ്ങനെ ഈ ഒരു കാര്യം കണ്ട് നമ്മുടെ ഹീറോയിൻ ആണെങ്കിലും തോക്കെടുത്ത് നേരെ വെളിയിലേക്ക് ഇറങ്ങി വരുമ്പോ ഇപ്പോ ഹീറോയിന്റെ അമ്മയുടെ മുന്നിലായിട്ട് ഒരു പാവ ഇങ്ങനെ നിൽക്കുകയാണ്. എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇതിനു മുന്നേ ലോങ്ലെസ് ഉണ്ടാക്കിയ ഹന്ന എന്ന് പറഞ്ഞ ഒരു പെണ്ണിന്റെ വീട്ടിൽ നിന്ന് ഒരു പാവയെ കണ്ടുപിടിച്ചിരുന്നല്ലോ. ആ ഒരു പാവയെ പോലെ ഹീറോയിന്റെ കുട്ടിക്കാലത്തെ ആ ഒരു രൂപത്തിൽ ഒരു പാവ ഉണ്ടാക്കി വെച്ചേക്കുന്നു. അതിന്റെ മുന്നിൽ ആ ഒരു തോക്കും കൊണ്ട് നിന്നിട്ട് പെട്ടെന്ന് അതിന്റെ തലയിൽ ഒരു ബോൾ വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ബോൾ ഇങ്ങനെ പൊട്ടിത്തെറിച്ച് അതിനകത്ത് നിന്ന് ഒരു കറുത്ത പുക വെളിയിലേക്ക് പോകുന്നതും പെട്ടെന്ന് നമ്മുടെ ഹീറോയിന് മയങ്ങി അങ്ങ് വീഴാണ്. അതുമല്ലാതെ അവൾക്ക് പഴയ എന്തൊക്കെ കാര്യങ്ങൾ വീണ്ടും ഇങ്ങനെ ഓർമ്മ വരുന്നു. അപ്പോഴാണ് 1974 മുതൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് ഇപ്പോൾ കാണിച്ചു തരുന്നത്. ഇതേപോലെ ഹീറോയിന്റെ ജന്മദിനത്തിന് തൊട്ടു മുന്നേ ഒരു ദിവസം ലോങ്ലെസ് അവളുടെ വീട്ടിലേക്ക് വന്ന് ഹീറോയിനെ കണ്ടു. അത് കഴിഞ്ഞ് അന്ന് രാത്രി വീണ്ടും അവൻ ആ ഒരു വീട്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഹീറോയിന്റെ അമ്മയാണെങ്കിൽ പോലീസിനെ വിളിച്ച് ഈ ഒരു കാര്യം പറയുന്ന സമയത്ത് ഈ ഒരു പോലീസ് ഇവിടേക്ക് വരുന്നതിന് മുന്നേ തന്നെ ലോങ്ലെസ് വീടിനകത്തേക്ക് കയറി കുട്ടിയായിട്ടുള്ള നമ്മുടെ ഹീറോയിനെ കൊല്ലാൻ ശ്രമിച്ചു. പക്ഷെ തന്റെ കുട്ടിക്കൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടി ഹീറോയിന്റെ അമ്മ എന്താ ചെയ്യുന്ന വെച്ചാല്, പ്ലീസ് അവളെയൊന്നും ചെയ്യരുത്, നീ അവളെ ഉപദ്രവിക്കാതിരുന്നു കഴിഞ്ഞാല് ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം, നീ പറയുന്നത് എന്ത് വേണമെങ്കിലും ഞാൻ കേൾക്കാന്ന് ഇങ്ങനെ പറയുമ്പോൾ അതും അവന്റെ കാല് പിടിച്ച് കരഞ്ഞിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈ ഒരു കാര്യം കേൾക്കുന്നതും ലോങ്ലെസ് ആണെങ്കിലും ഓക്കെ ശരി ക്ഷമിക്കാന്നും പറഞ്ഞിട്ട് അവളുടെ അമ്മയോട് പറയും, ഞാൻ നിന്റെ മകളെ ഇപ്പൊ ഒന്നും ചെയ്യുന്നില്ല, പകരം ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം ഇനി എനിക്ക് വേണ്ടി നീ ചെയ്യണം എന്നിങ്ങനെ പറയുന്നതും അവരാണെങ്കിൽ അതിന് സമ്മതിക്കുന്നു. അപ്പോ ഇവൻ ഓരോ ഫാമിലിയും കൊല്ലാൻ വേണ്ടിയിട്ട് ഒരു സഹായി ഉണ്ടെന്ന് ഹീറോയിൻ തന്നെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടായിരുന്നല്ലോ. സത്യത്തിൽ ആ ഒരു സഹായിയെ നമ്മുടെ ഹീറോയിന്റെ അമ്മയാണ്. അതുമല്ലാതെ ഹീറോയിന്റെ അമ്മ താമസിക്കുന്ന ഈ ഒരു വീടുണ്ടല്ലോ അതിന്റെ ബേസ്മെന്റിലാണ് ഈ ഒരു കില്ലർ ഇത്രയും കാലം ജീവിച്ചതും. അപ്പൊ ഇവിടെ നിന്നാണ് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ ഒരു കാര്യം പറഞ്ഞല്ലോ, നമ്മൾ ഈ ഒരു മൂവി കണ്ട അവസാനം എത്തുമ്പോഴത്തേക്കും ഇത്രയും നേരം കണ്ടതൊന്നുമല്ല, മറ്റൊന്നാണ് അവസാനം നടക്കാൻ പോകുന്നത്. ആ ഒരു ടെസ്റ്റുകളെല്ലാം ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്, വേറെ ഒന്നുമല്ല. എന്താണെന്ന് കാണിക്കുമ്പോൾ ഹീറോയിന്റെ അമ്മയെ സഹായത്തിനായിട്ട് വിളിച്ചിട്ട് അത് കഴിഞ്ഞ് ഈ ഒരു ലോങ്ലെസ് അവൻ കൊല്ലാനായിട്ട് ഉദ്ദേശിക്കുന്ന ആ ഒരു ഫാമിലിയിലെ ഒരു ചെറിയ പെൺകുട്ടി ഉണ്ടാവും. അവളുടെ രൂപത്തിലുള്ള ഒരു പാവയെ അവൻ ആദ്യമായി തന്നെ ഉണ്ടാക്കും. അതേപോലെ തന്നെ ആ ഒരു പാവയുടെ തലയിൽ എല്ലാ പാവയുടെ തലയിൽ നിന്നൊരു ബോൾ എടുക്കുമല്ലോ, അതുപോലെ ഒരു ബോള് ഓരോ പാവയുടെ തലയിലേക്ക് ഇടുകയാണ്. ആ ഒരു ബോളിലാണ് ആ ഒരു ഫാമിലിയെ തന്നെ കൺട്രോൾ ചെയ്യുന്ന അമാനുഷികമായിട്ടുള്ള ഒരു കാര്യമുള്ളത്. അങ്ങനെ ഈ ഒരു പാവയെ റെഡിയാക്കിയതിനു ശേഷം ലോങ്ലെസ് ആ ഒരു പാവയെ
ഹീറോയിന്റെ അമ്മയുടെ കയ്യിൽ കൊടുക്കും. ഹീറോയിന്റെ അമ്മയാണെങ്കിലോ ഒരു കന്യാസ്ത്രീയെ പോലെ വേഷം മാറിയിട്ട് അവൻ കൊല്ലാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു ഫാമിലിയുടെ അടുത്തേക്ക് ചെന്ന്, ഞാൻ ഇവിടുത്തെ ചർച്ചിൽ നിന്ന് വരികയാണ്, ഇതേപോലെ ജന്മദിനം ആഘോഷിക്കുന്ന പെൺകുട്ടികൾക്ക് ഞങ്ങളൊരു ഗിഫ്റ്റ് കൊടുക്കുന്നതെന്ന് പറഞ്ഞ് ഈ ഒരു പാവയെ കൊണ്ട് അവർക്ക് കൊടുക്കുന്നതും, അവരാണെങ്കിൽ ഒരു കന്യാസ്ത്രീയല്ല, അതുകൊണ്ട് ഒരു കുഴപ്പമില്ലാതെ വീടിനകത്തേക്ക് കൊണ്ടുവന്ന് ആ ഒരു ഗിഫ്റ്റ് കൊടുത്ത പാവയെ ഇങ്ങനെ കാണുന്നതും, ആ ഒരു പാവയാണെങ്കിലോ ആ ഒരു വീട്ടിലെ ഗ്രഹനാഥനെ കൺട്രോൾ ചെയ്ത് അയാളെ കൊണ്ട് തന്നെ എല്ലാവരെയും കൊല്ലിക്കുകയും ചെയ്യുന്നു. ഇതുപോലെയാണ് ലോങ്ലെസ് ഇത്രയും വർഷം ഓരോ ഫാമിലീസിനായിട്ട് കൊന്നത്. അപ്പൊ അങ്ങനെ ലോങ്ലെസ് എന്ന് പറഞ്ഞ ആ ഒരുത്തൻ ഈ ഒരു ഫാമിലിയിലെല്ലാം കൊല്ലാൻ കാരണം എന്താണെന്നറിയോ? അവൻ ഒരു ഡെവിലിനെ, ഒരു സാത്താനെ അവൻ വണങ്ങുന്നുണ്ടായിരുന്നു. ആ ഒരു സാത്താനാണ് അവനെ കൺട്രോളിലെടുത്തിട്ട് ആ ഒരു സാത്താനെ ഓരോ മനുഷ്യരെയും ബലി കൊടുക്കണം. അതിനു വേണ്ടിയിട്ട് അവൻ ഓരോ കുടുംബത്തിലെയും കുട്ടികളെ തെരഞ്ഞെടുത്ത് ആ ഒരു ഫാമിലിയെ മൊത്തമായിട്ട് കൊല്ലുന്നു. അതിന് സഹായിയായിട്ട് ഹീറോയിന്റെ അമ്മയും. ഇതാണ് ഇത്രയും കാലമായിട്ട് നടന്നിരുന്നത്. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ ഹീറോയിന്റെ അമ്മ ഇങ്ങനെ പറയുന്നതും ആ ഒരു സീനെല്ലാം നമുക്ക് കാണിച്ചു കഴിഞ്ഞതിന് ശേഷം ഹീറോയിനെ കാണിക്കുമ്പോൾ അവളിപ്പോ മറ്റൊരു റൂമിൽ നിന്ന് കണ്ണുറക്കാണ്. ഏതാണെന്ന് വെച്ചാൽ ലോങ്ലെസ് എന്ന് പറഞ്ഞാൽ അവൻ താമസിച്ചിരുന്ന ഇവരുടെ ആ ഒരു ബേസ്മെന്റ് റൂം ഉണ്ടല്ലോ അവിടെ. അങ്ങനെ അവിടെ നിന്ന് പതിയെ അവള് ബോധം വന്ന് എഴുന്നേറ്റ് മുകളിലേക്ക് പോകുമ്പോഴത്തേക്കും ഒരു ഫോൺ ഇങ്ങനെ റിങ് ചെയ്യാണ്. ഓടി വന്നിട്ട് ആ ഒരു ഫോൺ എടുത്ത് അങ്ങനെ സംസാരിക്കുമ്പോൾ അവിടെ നിന്ന് സംസാരിക്കുന്നത് ആ ഒരു ഡെവില്. എന്നിട്ട് അവളോട് പറയും, നീ വളരെ ലേറ്റാണ്, ആ ഒരു ചെറിയ പെൺകുട്ടിയുടെ ബർത്ത്ഡേക്ക് നിന്നെ ക്ഷണിച്ചിരുന്നു, പക്ഷെ നീ ഇതുവരെ വന്നില്ല എന്നിങ്ങനെ പറയുന്നതും ഹീറോയിൻ പെട്ടെന്ന് എവിടേക്കാണ് പോകുന്നതെന്ന് വെച്ചാല് നമ്മുടെ ചീഫിന്റെ മാളുണ്ടല്ലോ, അവളുടെ ജന്മദിനം ഇന്നാണ്. ആ ഒരു സ്ഥലത്തേക്ക് ഹീറോയിൻ പെട്ടെന്ന് അങ്ങനെ ചെല്ലുന്നതും അവിടെയാണ് അടുത്തൊരു ടെസ്റ്റ്. വേറെ ഒന്നുമല്ല, ഹീറോയിന്റെ അമ്മ ആൾറെഡി ആ ഒരു ഗിഫ്റ്റുമായിട്ട് വേഷം മാറി അവരുടെ വീട്ടിലേക്ക് ചെല്ലുകയും ചെയ്തു. ആ ഒരു ഗിഫ്റ്റ് തുറന്നിട്ട് നമ്മുടെ ചീഫും ചീഫിന്റെ ഫാമിലിയും ആ ഒരു സാത്താന്റെ കൺട്രോളിലായി. അതുമല്ല മറ്റൊരു കാര്യം കൂടിയുണ്ട്. അന്ന എന്ന് പറഞ്ഞ ഒരു പെണ്ണ് അത്രയും നാള് ഭ്രാന്തായിരുന്നിട്ട് അവളുടെ രൂപത്തിലുള്ള ആ ഒരു പാവയെ കണ്ടുപിടിച്ച് അതിന്റെ തല തകർത്ത ആ ഒരു ബോൾ പുറത്തെടുക്കുമ്പോഴത്തേക്കാണല്ലോ അവള് നോർമൽ ആയിട്ടുള്ള അവസ്ഥയിലാവുന്നത്. അതുപോലെ തന്നെയാണ് ഹീറോയിന്റെ അമ്മയും. ഹീറോയിന്റെ രൂപത്തിലുള്ള ആ ഒരു പാവയുടെ തല പൊട്ടിക്കുമ്പോഴത്തേക്കാണ് ആ ഒരു സാത്താന്റെ കൺട്രോളിലുണ്ടായിരുന്ന ഹീറോയിൻ ഇപ്പോൾ പുറത്തേക്ക് വന്നത്. അങ്ങനെ ഈ ഒരു കാര്യങ്ങളെല്ലാം ആലോചിച്ച് ഹീറോയിൻ നേരെ അകത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ ഇവരെല്ലാവരും റെഡി ആയിട്ട് ഇങ്ങനെ നിൽക്കാണ്. അങ്ങനെ ഹീറോയിൻ ആയാലും നേരെ അകത്തേക്ക് ചെന്നിട്ട് അവരോട് ഒരുപാട് സംസാരിച്ച് നോക്കുന്നുണ്ട്. പക്ഷെ അവർ ആ ഒരു സാത്താന്റെ കൺട്രോളിലായതുകൊണ്ട് ഒരു വിധത്തിലും ഹീറോയിൻ പറയുന്നത് കേൾക്കത്തില്ല. അങ്ങനെ ഹീറോയിൻ ആയാലും അകത്തേക്ക് ചെന്നിട്ട് അവളുടെ അമ്മയോട് പറയുന്നത്, അമ്മ പ്ലീസ് ഇതെല്ലാം നിർത്താൻ പറയുമ്പോൾ ഹീറോയിന്റെ അമ്മ പറയും, ഒരിക്കലും നമുക്കിത് നിർത്താൻ കഴിയത്തില്ല, ഇത്രയും നാളും നിന്നെ സഹായിച്ചത് ആ ഒരു സാത്താനാണ്, അതുകൊണ്ടാണ് നീ ആ ഒരു കേസെല്ലാം അന്വേഷിക്കാൻ തുടങ്ങിയ ആ ഒരു സമയം മുതലേ ആ ഒരു സാത്താൻ നിന്നെ സഹായിച്ചത്. അതുകൊണ്ടാണ് നമ്മുടെ ഹീറോയിൻ ആയാലും ഓരോ കേസുകളും വളരെ പെട്ടെന്ന് തന്നെ കണ്ടുപിടിച്ചല്ലോ. അതെല്ലാം ഈ ഒരു സാത്താൻ സഹായിച്ചത് കൊണ്ടാണ്. അതിന് കാരണം വേറെ ഒന്നുമല്ല, ഹീറോയിനെ കൊല്ലാനായിട്ട് വരുമ്പോഴത്തേക്കും ഹീറോയിന്റെ അമ്മ ലോങ്ലെസിന്റെ കാല് പിടിച്ച് അവനോട് പറയുമ്പോഴത്തേക്കും അവനും ആ ഒരു സാത്താനും കൂടി ചേർന്ന് ഹീറോയിന്റെ അമ്മയെ സഹായത്തിനായിട്ട് വിളിക്കും. അത് കഴിഞ്ഞ് ഒരു വർഷങ്ങളായിട്ട് ഒരുപാട് ഫാമിലീസിലെല്ലാം കൊല്ലുന്നു. അതെല്ലാം ഹീറോയിന്റെ അമ്മയുടെ സഹായം കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഹീറോയിനെ ആ ഒരു സാത്താൻ നല്ല രീതിയിലാണ് നോക്കിയിരുന്നത്. പക്ഷേ എപ്പോഴാണോ ഹീറോയിൻ ഇവരുടെ നേരെ തിരിഞ്ഞത് ആ ഒരു സമയം മുതൽ ഈ ഒരു സാത്താൻ അവളെ വെറുക്കാൻ തുടങ്ങി. അതുകൊണ്ട് ഇനിയും ഞാൻ ആ ഒരു സാത്താനെ അനുസരിക്കാതിരുന്നു കഴിഞ്ഞാലേ നമ്മൾ രണ്ടുപേരും നരകത്തില്, എപ്പോഴും നമ്മൾ നരകത്തില് വേദന അനുഭവിക്കും എന്നല്ല ഹീറോയിന്റെ അമ്മ ഇങ്ങനെ പറയുന്നതും. ഇവിടെ നമ്മുടെ ചീഫിനെ കാണിക്കുമ്പോഴത്തേക്കും ചീഫിന്റെ ഭാര്യയെ അടുക്കളയിലേക്ക് കൊണ്ടുപോയിട്ട് ഒരു കത്തിയെടുത്ത് അവരെ അങ്ങ് കുത്തിക്കൊല്ലാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ചീഫ് നേരെ വെളിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ നമ്മുടെ ഹീറോയിൻ ചീഫിനോട് പറയുന്നുണ്ട്, ചീഫ് ഇതൊരിക്കലും ചെയ്യരുത്, നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നതല്ല ചോദിക്കുമ്പോൾ അയാളിപ്പോ അയാളുടെ മകളെ കൊല്ലാനായിട്ട് വരികയാണ്. അപ്പോൾ ഹീറോയിൻ പറഞ്ഞാലേ അയാൾ എന്തായാലും കേൾക്കാൻ പോകുന്നില്ല എന്ന് മനസ്സിലാക്കിയ ഹീറോയിൻ തന്റെ കയ്യിലുള്ള ഒരു തോക്കെടുത്തിട്ട് നമ്മുടെ ചീഫിനെ ഷൂട്ട് ചെയ്ത് കൊല്ലുന്നു. അതേസമയം ഹീറോയിന്റെ അമ്മയാണെങ്കിലോ ഈ ഒരു സാത്താന് കൊടുത്ത വാക്ക് അത് പാലിക്കാത്തത് കൊണ്ട് തന്നെ ആ ഒരു അമ്മ ചാടി എഴുന്നേറ്റ് വരുന്നതും ഹീറോയിന്റെ അമ്മയുടെ കയ്യിൽ ഒരു കത്തിയുണ്ട്. അതുകൊണ്ട് ഹീറോയിനെ കുത്താനായിട്ട് വരുമ്പോൾ അതിനു മുന്നേ തന്നെ ഹീറോയിൻ അവളുടെ അമ്മയെ ഷൂട്ട് ചെയ്തങ്ങ് കൊല്ലുകയാണ്. ഓക്കെ, ഇനിയിപ്പോ ബാക്കിയുള്ളത് ആ ഒരു സാത്താൻ മാത്രം. ആ ഒരു സാത്താൻ അടങ്ങിയ ആ ഒരു പാവയുണ്ടല്ലോ, അതും കൂടി തകർത്തു കഴിഞ്ഞാൽ ഇവർക്ക് വെളിയിലേക്ക് പോകാം. അങ്ങനെ ഹീറോയിൻ ആണെങ്കിലും തോക്കെടുത്തിട്ട് ആ ഒരു സാത്താനെ ഷൂട്ട് ചെയ്യാനായിട്ട് ഇങ്ങനെ വരുന്നതും ട്രിഗർ വലിക്കുമ്പോഴത്തേക്കും ഫയർ ആവുന്നില്ല. എത്ര ശ്രമിച്ചിട്ടും ആ ഒരു സാത്താന്റെ പാവയെ ഷൂട്ട് ചെയ്യാൻ കഴിയുന്നില്ല. അങ്ങനെ നമ്മുടെ ഹീറോയിൻ അതിനെ തന്നെ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുന്നതും അവിടെ വെച്ചിട്ട് ഈ ഒരു മൂവിയും ഇവർ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ എന്തായാലും ഈ ഒരു മൂവിക്ക് സെക്കൻഡ് പാർട്ട് ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം ആ ഒരു രീതിയിലാണ് മൂവി ഇവിടെ വെച്ച് നിർത്തിയിട്ടുള്ളത്. ഇനിയിപ്പോ ആ ഒരു സാത്താനെ കൂടി നശിപ്പിക്കണമല്ലോ. അത് അടുത്ത പാർട്ടിലെ ഹീറോയിൻ ചിലപ്പോ ആ ഒരു സാത്താനെ എങ്ങനെ നശിപ്പിക്കാന്നുള്ള രീതിയിൽ കണ്ടുപിടിക്കുന്നതായിരിക്കാം. എന്തായാലും ആ ഒരു മൂവി വരുമ്പോഴത്തേക്കും അത് നമുക്ക് എന്തായാലും ചെയ്യാം. അപ്പൊ അടുത്തൊരു മൂവി ആയിട്ട് ഉടനെ തന്നെ വരാം. അതുവരെയും ബൈ.